നമസ്കാരം. ഗുഡ് മോർണിംഗ് കേരളത്തിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. കാലവർഷവും തുലാപ്പെയ്ത്തും ഒക്കെ കടന്നു. ഇനി തെരഞ്ഞെടുപ്പിൻ്റെ ചൂടുകാലമാണ് സംസ്ഥാനത്ത് വരാൻ പോകുന്നത്. ഈ തെരഞ്ഞെടുപ്പ് കാലത്തിന് മുന്നോടിയായി ഒരുപക്ഷേ നമ്മൾ കണ്ട ഏറ്റവും വലിയ പ്രത്യേകതയാണ് സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണം അഥവാ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം. SIR എന്ന ചുരുക്കപ്പേരിലാണ് ഒരുപക്ഷേ നമുക്ക് കൂടുതൽ പേർക്കും അത് അറിയാൻ കഴിയുന്നത്. ഈ അയോഗ്യരെയൊക്കെ ഒഴിവാക്കുക, കുറ്റമറ്റ വോട്ടർ പട്ടിക ഉണ്ടാക്കുക, ഇതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ശരിക്കും ഈ SIRലൂടെ ഉദ്ദേശിച്ചത്. പക്ഷേ ഇതിൻ്റെ തുടക്കം മുതൽ തന്നെ അതിൻ്റെ ആ നടപടികളുടെ സുതാര്യതയടക്കം തുടക്കം മുതൽ തന്നെ പ്രതിപക്ഷം ചോദ്യം ചെയ്തു വരികയുമാണ്. നമുക്കറിയാം, കേരളം തുടക്കം മുതൽ തന്നെ SIRന് എതിരാണ്. തമിഴ്നാടിന് പിന്നാലെ ഇപ്പോൾ തമിഴ്നാടാണ് നിയമ പോരാട്ടത്തിന് ആദ്യം ഇറങ്ങിയത്. കേരളവും നിയമ പോരാട്ടത്തിന് തയ്യാറെടുക്കുന്നു എന്നതാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന റിപ്പോർട്ട്. എന്തായാലും ഇന്നു മുതൽ SIR നടപടികൾക്ക് സംസ്ഥാനത്ത് തുടക്കമാകുന്നു. വിശദമായ റിപ്പോർട്ടുകൾ കാണാം. ആദ്യം തലക്കെട്ടുകളിലേക്ക്. സംസ്ഥാനത്ത് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ നടപടിക്രമങ്ങൾക്ക് തുടക്കം. പരിശോധനയും പേര് ചേർക്കലും ഇന്ന് തുടങ്ങും. ബൂത്ത് ലെവൽ ഉദ്യോഗസ്ഥർ വീടുകളിലെത്തും. തുടക്കമാകുന്നത് 1 മാസത്തോളം നീളുന്ന പ്രക്രിയയ്ക്ക്. തമിഴ്നാട്ടിലും SIRന് തുടക്കം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അവകാശവാദങ്ങളും വാക്പോരും സജീവം. ശബരിനാഥനിലൂടെ തിരുവനന്തപുരത്തെ ഹൈടെക് നഗരമാക്കി മാറ്റാനാകുമെന്ന് K മുരളീധരൻ. ശബരിനാഥനെ ഒതുക്കാനെന്ന് VK പ്രശാന്ത്. നഗരസഭാ കൗൺസിലറുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ മുന്നേറ്റത്തെ ബാധിക്കില്ല എന്ന വിലയിരുത്തലിൽ BJP. ബീഹാറിൽ ആദ്യഘട്ട പരസ്യ പ്രചരണം ഇന്ന് അവസാനിക്കും. അവസാനവട്ട പ്രചാരണത്തിനായി ദേശീയ നേതാക്കൾ ബീഹാറിൽ. പോരാട്ടം പാറ്റ്നയടക്കം 121 സീറ്റുകളിലേക്ക്. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിനെതിരായ ഹർജികൾ ഇന്ന് സുപ്രീം കോടതിയിൽ. $53 കേസുകളിൽ പ്രതിയായ കുപ്രസിദ്ധ മോഷ്ടാവ് ബാലമുരുകൻ കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെട്ടു. സംഭവം വിയൂർ ജയിലിലേക്ക് കൊണ്ടുപോകുന്ന വഴി. രക്ഷപ്പെടുന്നത് ഇത് 2ാം തവണ. തിരച്ചിൽ തുടർന്ന് പോലീസ്. താമരശ്ശേരി ഫ്രഷ് കട്ട് പ്ലാന്റിനെതിരെ ഇന്നു മുതൽ സമരം തുടങ്ങാനൊരുങ്ങി സമരസമിതി. പ്രതിഷേധം പ്ലാന്റിന് വീണ്ടും പ്രവർത്തനാനുമതി നൽകിയത്. ലോകകപ്പ് നേടിയ വനിതാ ക്രിക്കറ്റ് താരങ്ങളെ വിരുന്നിന് ക്ഷണിച്ച് പ്രധാനമന്ത്രി. ടീം ഇന്ന് ഡൽഹിയിലെത്തും. ഔദ്യോഗിക ആഘോഷ പരിപാടികൾ പിന്നീട്. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിനായി ഇന്ന് മുതൽ BLOമാർ വീടുകളിലെത്തും. വോട്ടർ പട്ടികയിൽ പേരുകൾ ഉറപ്പിച്ചതിന് ശേഷം ഫോമുകൾ കൈമാറും. വോട്ടർ പട്ടികയിലുള്ളവർക്ക് വോട്ടുകൾ ഉറപ്പാക്കുന്ന 1 മാസം നീണ്ടു നിൽക്കുന്ന നടപടിക്രമങ്ങൾക്ക് തുടക്കമാകും. വോട്ടർ പട്ടികയിൽ പേരുകളുള്ള VIPമാരുടെ വീടുകളിൽ കളക്ടർമാർ അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥരെത്തി ഫോമുകൾ കൈമാറും. SIRനെ ഇടതുപക്ഷവും കോൺഗ്രസും എതിർക്കുമ്പോഴാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടികളുമായി സംസ്ഥാനത്ത് മുന്നോട്ട് പോകുന്നത്. വിവരങ്ങളുമായി രജിത് ചേരുകയാണ്. രജിത്, തുടക്കം മുതൽ തന്നെ SIRനെതിരെയാണ് സംസ്ഥാനം. ഇതിൻ്റെ സുതാര്യതയടക്കമാണ് പ്രധാനമായും ചോദ്യം ചെയ്യുന്നത്. അത് സംബന്ധിച്ചപ്പോൾ ബീഹാറിലുള്ള ഹർജികൾ ഇപ്പോൾ സുപ്രീം കോടതി പരിഗണിക്കുന്നുമുണ്ട്. എന്തായാലും സംസ്ഥാനത്തും മറ്റ് രാജ്യത്തെ മറ്റ് സംസ്ഥാനങ്ങളിലെ പോലെ നമ്മുടെ കേരളത്തിലും SIR നടപടികൾക്ക് തുടക്കമാകും. എങ്ങനെയാണ് ഈ 1 മാസത്തോളം നീണ്ടു നിൽക്കുന്ന പ്രക്രിയകളടക്കം? മാത്രമല്ല, സംസ്ഥാന സർക്കാർ ഇപ്പോൾ ബുധനാഴ്ച സർവകക്ഷി യോഗം വിളിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട നിയമ പോരാട്ടത്തിൻ്റെ സാധ്യതകൾ തേടി. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം സംസ്ഥാനത്ത് കഴിഞ്ഞ ദിവസം തന്നെ രാജ്ഭവനിൽ നിന്ന് തന്നെ തുടക്കമായിരുന്നു. തെരഞ്ഞെടുപ്പ് പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർ, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉൾപ്പെടെയുള്ള ആളുകൾ രാജ്ഭവനിലെത്തി. ഗവർണർക്കാണ് ആദ്യം തന്നെ ഈ എന്യൂമറേഷൻ ഫോം നൽകിക്കൊണ്ട് ഈ പദ്ധതിക്ക് തുടക്കമായത്. എന്നാൽ ഇന്ന് ജനങ്ങളിലേക്ക് അല്ലെങ്കിൽ ആളുകൾക്കിടയിലേക്ക് ഈ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന് ഇന്നാണ് തുടക്കമാകുന്നത്. വീടുകളിലേക്ക് BLOമാർ എത്തിക്കൊണ്ട് ഈ എന്യൂമറേഷൻ ഫോം നൽകുകയാണ് ചെയ്യുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ ഡിസംബർ 4-ാം തീയതി വരെയാണ് ഈ പ്രാഥമിക വോട്ടർ പട്ടിക പരിഷ്കരണത്തിൻ്റെ പരിപാടികൾ നടക്കുക. അതുകൊണ്ട് തന്നെ ഡിസംബർ 4-ന് ശേഷം ഡിസംബർ 9-ാം തീയതി ഈ പട്ടിക
ആദ്യഘട്ട പട്ടിക പുറത്തിറക്കുകയും ചെയ്യും. പ്രധാനമായും BLOമാർ വീടുകളിലെത്തുകയാണ് ചെയ്യുന്നത്. വീടുകളിലെത്തി 2002 വോട്ടർ പട്ടികയിലെ പേരുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് അടിസ്ഥാനമാക്കിയാണ് ഈ പരിഷ്കരണ നടപടികൾ ആരംഭിക്കുന്നത് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ 2002 വോട്ടർ പട്ടികയിൽ പേരുകൾ ഉള്ള ആളുകൾക്ക് എന്യൂമറേഷൻ ഫോം നൽകി ഇവ നേരിട്ട് പുതുക്കാൻ കഴിയും. എന്നാൽ അവർക്ക് മറ്റ് രേഖകളൊന്നും തന്നെ ഹാജരാക്കേണ്ടതില്ല. നിലവിൽ 2002 ശേഷം ഈ 2025 പേരുകൾ ഉള്ളവരും 2002 പേരുകൾ ഇല്ലാത്തവരുമാണെങ്കിൽ അവർ 2 എന്യൂമറേഷൻ ഫോമുകൾ പൂരിപ്പിച്ച് നൽകേണ്ടതായി വരും. ഒപ്പം തന്നെ ഈ 2025 ഇവർക്ക് മാത്രമാണ് ഇവരുടെ പേരുകൾ ഉള്ളതെങ്കിൽ മറ്റ് രേഖകൾ അവരുടെ മാതാപിതാക്കൾ ആരെങ്കിലും ഈ വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ 2002 വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് മറ്റ് രേഖകൾ സമർപ്പിക്കേണ്ടതില്ല. അല്ലാത്ത പക്ഷം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞിട്ടുള്ള 12 രേഖകൾ ഏതെങ്കിലും ഒന്ന് ഇവർ സമർപ്പിക്കണം. ഇത്തരത്തിലാണ് ഇതിൻ്റെ പുതുക്കൽ നടപടികൾ നടക്കുന്നത്. 2025 മാത്രം വോട്ടർ പട്ടികയിൽ പേരുകളുള്ള ആളുകളാണെങ്കിൽ 2 എന്യൂമറേഷൻ ഫോമുകളാണ് ഇവർ പൂരിപ്പിച്ച് നൽകേണ്ടത്. ഒന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന് നേരിട്ട് നൽകുന്നതിനും മറ്റൊന്ന് ഓൺലൈൻ വഴി ഇവരുടെ പേരുകൾ പട്ടികയിൽ പുതുക്കുന്നതിന് വേണ്ടിയിട്ടുമാണ് ഈ 2 എന്യൂമറേഷൻ ഫോമുകൾ ഉള്ളത്. ഈ പ്രവർത്തന പരിപാടികളൊക്കെയും തന്നെ ഡിസംബർ 9 ആദ്യഘട്ട വോട്ടർ പട്ടിക പുറത്തിറക്കും. ആ ആദ്യ വോട്ടർ പട്ടിക പുറത്തിറക്കുന്ന സമയത്ത് പേരുകൾ ആഡ് ചെയ്യപ്പെട്ടിട്ടില്ലെങ്കിൽ ഓൺലൈൻ വഴി ഇവ പുതുക്കുന്നതിനുള്ള സൗകര്യങ്ങളും ഉണ്ട്. ഒപ്പം തന്നെ ഈ ഫെബ്രുവരി 7 അവസാനഘട്ട വോട്ടർ പട്ടിക പുറത്തിറക്കുന്നത്. അത്തരത്തിൽ ഉള്ള പരിപാടികൾക്കാണ് ഇപ്പോൾ തുടക്കമായിരിക്കുന്നത്. 1 മാസം നീണ്ടു നിൽക്കുന്ന പ്രവർത്തനങ്ങളാണ് ഈ ആദ്യഘട്ടത്തിൽ നടക്കുന്നത്. ഒപ്പം തന്നെ ഈ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രതിപക്ഷ കക്ഷികളും കോൺഗ്രസ് ഉൾപ്പെടെയുള്ളവർ സംസ്ഥാനത്ത് രംഗത്തെത്തിയിട്ടുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 5-ാം തീയതി സർവകക്ഷി യോഗം വിളിച്ചുകൊണ്ട് ഇതിനെതിരെ രംഗത്തേക്ക് എത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്. നിയമവശങ്ങൾ ഉൾപ്പെടെയുള്ളവർ നേരത്തെ CPM-ഉം അതുപോലെ തന്നെ കോൺഗ്രസും വ്യക്തമാക്കിയിരുന്നു. ഇതിനെതിരെ എന്ത് നിയമ നടപടി സ്വീകരിക്കാൻ കഴിയുമെന്ന് ഇവർ പരിശോധിക്കുകയാണ്. അടുത്ത ദിവസം പ്രധാനമായും സർവകക്ഷി യോഗത്തിലൂടെ ഇതിനെതിരെ രംഗത്തേക്ക് എത്താനാണ് ഇവർ തീരുമാനിച്ചിരിക്കുന്നത്. സർവകക്ഷി യോഗം ഒറ്റക്കെട്ടായി ഇതിനെതിരെ എതിർക്കുകയും ചെയ്യും. നിലവിൽ BJP മാത്രമാണ് സംസ്ഥാനത്ത് ഈ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തെ തീർച്ചയായും അങ്ങനെ തന്നെയാണ് രജിത്. സർക്കാരും പ്രതിപക്ഷവും ഇക്കാര്യത്തിൽ ഒരേ വികാരത്തിൽ തന്നെയാണ്. ഇത് സംബന്ധിച്ച കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ തുടർ നടപടികൾ സ്വീകരിക്കാനൊക്കെ ബുധനാഴ്ച സർവകക്ഷി യോഗം വിളിച്ചിട്ടുണ്ട്. ഏതായാലും തമിഴ്നാട് ഇക്കാര്യത്തിൽ നിയമ നടപടിയിലേക്ക് സുപ്രീം കോടതിയിലേക്ക് നീങ്ങിയത് കേരളത്തിൻ്റെ നടപടികൾക്കും ഒരുപക്ഷെ ഊർജ്ജം പകർന്നിട്ടുണ്ട് എന്ന് വേണം കരുതാൻ. എന്തായാലും ഇക്കാര്യത്തിൽ ബുധനാഴ്ച മുഖ്യമന്ത്രി സർവകക്ഷി യോഗം വിളിച്ചിട്ടുണ്ട്. തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പിനുള്ള വോട്ടർ പട്ടികയിൽ ഇന്നും നാളെയും പേര് ചേർക്കാൻ അവസരമുണ്ടെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അറിയിച്ചു. ഒക്ടോബർ 25 പ്രസിദ്ധീകരിച്ച അന്തിമ വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടില്ലാത്ത അർഹരായവർക്ക് പട്ടികയിൽ പേര് ചേർക്കാനാണ് അവസരം. അനർഹരെ ഒഴിവാക്കുന്നതിനും നിലവിലുള്ള വിവരങ്ങളിൽ ഭേദഗതി വരുത്തുന്നതിനും സ്ഥാനമാറ്റം വരുത്തുന്നതിനും അപേക്ഷിക്കാം. പ്രവാസികൾക്കും പട്ടികയിൽ പേര് ചേർക്കാൻ അപേക്ഷിക്കാം. ഒരു പെരുങ്കള്ളൻ പോലീസിൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടിരിക്കുന്നു. തടവുകാരനാണ് വിയ്യൂർ സെൻട്രൽ ജയിലിൽ. വളരെ സിനിമ സ്റ്റൈലിലൊക്കെ വളരെ രസകരമായ രീതിയിൽ രക്ഷപ്പെട്ടു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. വിയ്യൂർ സെൻട്രൽ ജയിലിലെ തടവുകാരൻ ബാലമുരുകൻ രക്ഷപ്പെട്ടു. ഇന്നലെ രാത്രിയായിരുന്നു സംഭവം. തമിഴ്നാട് പോലീസ് ജയിലിൽ എത്തിക്കുന്ന സമയത്തായിരുന്നു രക്ഷപ്പെടൽ. ജയിലിന് സമീപത്തെ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാനായി കൈവിലങ്ങ് അഴിച്ചു നൽകിയപ്പോൾ ഓടി രക്ഷപ്പെടുകയായിരുന്നു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ. ഹരീഷ് ചേരുന്നു ഏറ്റവും വിവരങ്ങളുമായി. ഹരീഷ്, ആകെ കുഴഞ്ഞു മറിഞ്ഞു കിടക്കുകയാണ് ഈ ഒരു സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ. വിയ്യൂർ സെൻട്രൽ ജയിലിൽ തിരികെ എത്തിക്കാൻ പോയ കള്ളൻ ബാലമുരുകൻ ആ ജയിലിന് തൊട്ടു മുന്നിൽ വെച്ച് ഹോട്ടലിൽ ആഹാരം കഴിക്കാനായി പ്രാഥമിക ആവശ്യങ്ങൾക്കൊക്കെ കയറുമ്പോൾ രക്ഷപ്പെടുന്നു. തമിഴ്നാട് പോലീസിൻ്റെ കയ്യിൽ നിന്നും രക്ഷപ്പെടുന്നു എന്ന വാർത്ത. എവിടെയൊക്കെയോ എന്തൊക്കെയോ ചില ഭാഗങ്ങൾ വിട്ടുപോയതായി തന്നെ നമുക്ക് ഇത് കേൾക്കുമ്പോൾ തന്നെ ഒരു സൂചനയുണ്ട്. ശരിക്കും ഈ സിനിമയിലൊക്കെ നമ്മൾ കാണുന്നത് പോലെ. സ്വപ്ന, ഇത് ആദ്യമായല്ല ഇയാൾ പോലീസിന്റെ കയ്യിൽ നിന്നും രക്ഷപ്പെടുന്നത് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനം. നേരത്തെ തമിഴ്നാട് പോലീസിന്റെ പക്കൽ നിന്നും ഇയാൾ രക്ഷപ്പെട്ടാണ് ഇപ്പോൾ വീണ്ടും ഇയാളെ ഈ ഒരു വിയ്യൂരിലേക്ക് എത്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അപ്പോൾ വീണ്ടും ഇയാൾ അവിടെ നിന്നും രക്ഷപ്പെട്ടു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ജയിലിന് സമീപത്തെ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാനായി കൈവിലം കഴിച്ചപ്പോൾ ഇയാൾ ഓടി രക്ഷപ്പെടുകയായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പോലീസൊക്കെ നോക്കുകുത്തിയായി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ആ ഒരു സമയത്തുണ്ടായത്. ഇത്രയും സുരക്ഷയുള്ള വിയ്യൂർ ജയിൽ പോലുള്ള ഒരു പ്രദേശത്ത് പോലീസിന്റെ അകമ്പടിയോടുകൂടി എത്തിയ ഈ ഒരു ആൾ എങ്ങനെ രക്ഷപ്പെട്ടു എന്നുള്ളൊരു ചോദ്യമാണ് ഏറ്റവും പ്രധാനമായി ഇവിടെ
ഉയരുന്നത്. രക്ഷപ്പെടുക മാത്രമല്ല, പിന്നീട് ഇയാൾ ഒരു കാറിൽ കയറി രക്ഷപ്പെട്ടതായും സംശയമുണ്ടെന്നാണ് ഇപ്പോൾ പറയുന്നത്. ആ ഒരു സമയത്ത് ഇയാൾ എങ്ങനെയാണ് ഇത് ഇന്നലെ രാത്രി അർദ്ധരാത്രിയാണ് സംഭവിക്കുന്നത്. ആ ഒരു സമയത്ത് ഒരു കാറിൽ കയറി ഇയാൾ എങ്ങനെയാണ് രക്ഷപ്പെടുന്നത്? അപ്പോൾ ഇയാൾക്ക് ജയിലിന് പുറത്ത് അത്തരത്തിലുള്ള പിന്തുണ വല്ലതും ഉണ്ടോ, അല്ലെങ്കിൽ സഹായം വല്ലതും ലഭിച്ചിട്ടുണ്ടോ എന്നുള്ള ഒരു കാര്യം കൂടി അന്വേഷിക്കേണ്ട ഒരു അവസ്ഥയാണ് ഇപ്പോൾ നിലവിലുള്ളത്. എന്തായാലും തൃശൂർ നഗരത്തിലും ജില്ലാ അതിർത്തികളിലും ഒക്കെ വ്യാപക പരിശോധനയാണ് ഇയാൾക്കായിട്ട് നടത്തി വരുന്നത്. ബാലമുരുകൻ എന്ന തടവുകാരനാണ് രക്ഷപ്പെട്ടത്. ആള് ഒരു കുപ്രസിദ്ധ കള്ളനാണ്, അല്ലെങ്കിൽ കുറ്റവാളിയാണ് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. കറുത്ത ഷർട്ടും മുണ്ടുമായിരുന്നു ഇയാൾ രക്ഷപ്പെടുമ്പോൾ ധരിച്ചിരുന്ന വേഷം. ഇയാൾക്കായുള്ള തിരച്ചിൽ നടത്തുകയാണ്. പലരും ഇയാളെ കണ്ടതായി, ആ ഒരു സമയത്ത് കണ്ടതായും പറയുന്നുണ്ട്. അവരെല്ലാം കേന്ദ്രീകരിച്ച് CCTV ദൃശ്യങ്ങളടക്കം കേന്ദ്രീകരിച്ച് ഒരു പരിശോധന നടത്താനാണ് പോലീസ് ഇപ്പോൾ തയ്യാറാവുന്നത്. ഒരു വർഷം മുൻപാണ് ഇയാൾ സമാന രീതിയിൽ രക്ഷപ്പെട്ടിട്ടുള്ളത്. അന്ന് തമിഴ്നാട് പോലീസിന്റെ പക്കൽ നിന്ന് ഇത്തരത്തിൽ ചാടിപ്പോയൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനുശേഷം നിരവധി കേസുകളിലൊക്കെ ഇയാൾ പ്രതിയാണ്. അങ്ങനെ വിയ്യൂരിൽ എത്തിച്ച സമയത്താണ് വീണ്ടും ഇയാൾ പോലീസിന്റെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ടു പോകുന്നത്. അപ്പോൾ ഇയാൾ ഇത് സ്ഥിരമായി ഇത്തരത്തിൽ രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന ഒരു കുറ്റവാളിയാണ് എന്നുള്ളതാണ്. അത് പോലീസിനും അറിയുമെന്നിരിക്കെ ഹരീഷ് ഈ പറഞ്ഞതുപോലെ ഈ ബാലമുരുകൻ ഒരു പ്രത്യേക രീതിയിലൊക്കെ രക്ഷപ്പെടാനുള്ള തന്ത്രങ്ങൾ മെനയുന്ന ആളെന്നാണ് മനസ്സിലാക്കുന്നത്. രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ ഏറ്റവും അടുത്തുള്ള ഏതെങ്കിലും വാഹനങ്ങൾ, ബൈക്കുകൾ അടക്കമുള്ളവ മോഷ്ടിച്ച് കടന്നു കളയുന്ന ഒരു രീതി എന്നൊക്കെയാണ് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷേ ഇവിടെ ഒരു കാര്യം എടുത്തു പറയേണ്ടത്, ഇയാൾ വിയ്യൂർ സെൻട്രൽ ജയിലിലേക്ക് തമിഴ്നാട്ടിൽ രജിസ്റ്റർ ചെയ്ത കേസാണ്. അത് അന്വേഷിച്ച് തമിഴ്നാട് പോലീസ് തിരിച്ച് വിയ്യൂർ സെൻട്രൽ ജയിലിൽ എത്തിക്കുന്നതിന് തൊട്ട് മുൻപ് ഈ ഹോട്ടലിൽ കയറി ആഹാരം കഴിക്കാനായിട്ട് കയറുക, അവിടെ നിന്ന് രക്ഷപ്പെടുക, ഈ പറഞ്ഞതുപോലെ ഒരു കാറിൽ കയറി രക്ഷപ്പെട്ടു എന്ന സൂചനകൾക്ക് ശരിക്കും ഇത് കേൾക്കുമ്പോൾ തന്നെ വല്ലാത്ത അസ്വാഭാവികതയാണ്. തീർച്ചയായും അത് തന്നെയാണ്. അപ്പൊ അതിൽ നിന്നും മനസ്സിലാക്കേണ്ടത് ഒരുപക്ഷെ ഇയാൾക്ക് പുറത്തുനിന്നും സഹായം ലഭിക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത്. അല്ലെങ്കിൽ ഈ തമിഴ്നാട്ടിൽ നിന്നും എത്തിച്ച ഒരു ക്രിമിനൽ അയാൾ എങ്ങനെയാണ് ഇവിടെ നിന്നും ഒരു കാറിൽ കയറി രക്ഷപ്പെടുന്നത് എന്നുള്ളത് ഒരു ചോദ്യമാണ്. അങ്ങനെ കാറിൽ കയറി രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ അയാൾക്ക് വേറെ എന്തെങ്കിലും സഹായം പുറത്തുനിന്നും ലഭിച്ചോ എന്നതടക്കമുള്ള കാര്യങ്ങൾ അന്വേഷിക്കേണ്ടതുണ്ട്. അതിന് ഈ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുള്ള പരിശോധന, അല്ലെങ്കിൽ ദൃക്സാക്ഷികളുടെ മൊഴിയെടുത്തുള്ള പരിശോധന, ഇതെല്ലാം വേണ്ടിവരും. അത്തരം കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ പോലീസ് നോക്കുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള കേസുകളാണ് ഇയാൾക്കെതിരെ ഉള്ളത്. 53 കേസുകളാണ്. 53 കേസുകൾ ഇയാൾ ഉൾപ്പെട്ടിട്ടുള്ള ആളാണ്. സ്വാഭാവികമായും അങ്ങനെ ഭക്ഷണം കഴിക്കാനൊക്കെ കയറ്റിയെങ്കിൽ കൂടിയും, ഹോട്ടലുകളിൽ കയറ്റിയെങ്കിൽ കൂടിയും അത്തരത്തിലുള്ള ഒരു സുരക്ഷ ഉണ്ടായിരുന്നില്ലേ എന്നതാണ് അടുത്ത ഉയരുന്ന ചോദ്യം. പോലീസുകാർക്ക് അല്ലെങ്കിൽ ഇയാളെ കൊണ്ടുവന്ന ആ സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു വലിയ വീഴ്ച പറ്റി, അല്ലെങ്കിൽ ഇതൊരു പങ്കുണ്ടോ എന്നടക്കമുള്ളതിലേക്കൊക്കെ നമ്മുടെ ചോദ്യങ്ങൾ നീളുകയാണ്. തീർച്ചയായും സ്വപ്ന, അത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടി ചിന്തിക്കേണ്ടി വരും. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഇത്രത്തോളം കേസിലെ പ്രതിയായ ഈ ഒരു വ്യക്തിയെ യാതൊരു സുരക്ഷാ മാനദണ്ഡവും ഇല്ലാതെയാണോ ഇങ്ങോട്ടേക്ക് എത്തിച്ചത് എന്നുള്ളൊരു ചോദ്യം കൂടി ഉയരുകയാണ്. മാത്രമല്ല, ഇതിൽ ഏറ്റവും പ്രധാനം, നേരത്തെയും പോലീസിന്റെ കൺവെട്ടിച്ച് അല്ലെങ്കിൽ പോലീസിനെ കബളിപ്പിച്ച് കളന്ന ഒരാളാണ് ഇയാൾ. ഇത് പോലീസിന് അറിയുമെന്നിരിക്കെ ഇത്തരത്തിലുള്ള ഒരു ക്രിമിനലിനെ കൊണ്ടുവരുമ്പോൾ അതിന് വേണ്ട സുരക്ഷാ മാനദണ്ഡങ്ങൾ ക്രമീകരിക്കേണ്ടത് പോലീസിന്റെ ഉത്തരവാദിത്തമാണ്. അങ്ങനെ ഇത്രയും വിയ്യൂർ പോലെ ഇത്രയും സുരക്ഷയുള്ള ഒരു ജയിലിലേക്ക് ഒരു കുറ്റവാളിയെ കൊണ്ടുവരുന്ന സമയത്ത് ഏത് സാഹചര്യത്തിലാണ് ഇയാൾ രക്ഷപ്പെട്ടത് എന്നുള്ളത് പ്രസക്തമാണ്. പോലീസ് എന്ത് ചെയ്തു? ഇയാൾ രക്ഷപ്പെടുന്ന സമയത്ത് ഇയാളുടെ കൈവിലങ്ങ് അഴിച്ചു എന്ന് പറയുന്നു, ഇയാൾക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഹോട്ടലിൽ കൊണ്ടുപോയി എന്ന് പറയുന്നു. ആ ഒരു സമയത്ത് ഓടി രക്ഷപ്പെട്ടു എന്നൊക്കെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പൊ അത്രത്തോളം സുരക്ഷാ ഉദ്യോഗസ്ഥർ ഉണ്ടായിട്ടും ഇയാൾ എങ്ങനെയാണ് ഓടി രക്ഷപ്പെട്ടത്? അല്ലെങ്കിൽ പോലീസിന്റെ ഭാഗത്തുനിന്നും സുരക്ഷ വീഴ്ച സംഭവിച്ചോ, അല്ലെങ്കിൽ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ പോലീസിന്റെ ഭാഗത്തുനിന്നും എന്തെങ്കിലും സഹായം ഇയാൾക്ക് ലഭിച്ചോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ അന്വേഷണം വേണ്ടി വരും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. എന്തായാലും പോലീസിനെ സംബന്ധിച്ച് ഇത് വീണ്ടും ഒരു വലിയ പ്രശ്നമായിരിക്കുകയാണ്. കാരണം ഈ വിയ്യൂർ ജയിൽ പോലുള്ള ഒരു സ്ഥലത്തു നിന്നും ഒരു കുറ്റവാളി വീണ്ടും ഓടി രക്ഷപ്പെടുന്നു, അത് പോലീസിന്റെ കൺമുന്നിൽ നിന്ന് വെച്ച് ഓടി രക്ഷപ്പെടുന്നു എന്ന് പറയുന്നത് പോലീസിനെ സംബന്ധിച്ച് വലിയൊരു വീഴ്ച സംഭവിച്ചു എന്ന് തന്നെ വേണം പറയാൻ. എന്തായാലും ഇപ്പോൾ കൂടെ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഉണ്ടാകും. വലിയ രീതിയിലുള്ള ഒരു വീഴ്ച സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ഇത്രയും മോഷണങ്ങളിൽ ഉൾപ്പെട്ട ഒരാളാണ്. അയാളെ ജയിലിൽ കൊണ്ടുപോയി അല്ലെങ്കിൽ തിരിച്ചു കൊണ്ടുവരുമ്പോൾ അതിന് എത്രത്തോളം സുരക്ഷയുണ്ടായിരുന്നു, ജയിലിന് തൊട്ടു മുന്നിൽ ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിക്കുക, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളിൽ നമുക്ക് വല്ലാത്ത നാടകീയതയും ആസൂത്രണവും ഒക്കെ തോന്നുന്ന സാഹചര്യമുണ്ട്. ഇയാൾ മോഷ്ടിക്കുന്ന രീതി, കടന്നു കളയുന്ന രീതിയൊക്കെ ഈ സുരക്ഷാ ഉദ്യോഗസ്ഥർ വിശദീകരിക്കുന്നു, ചിത്രമടക്കം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. എല്ലാവരും ഒന്ന് കരുതിയിരിക്കുക. അടുത്ത ഫ്രഷ് കട്ട്, കോഴിക്കോട് ഫ്രഷ് കട്ട് സമര
വേദിയിലേക്ക് നമ്മൾ പോവുകയാണ്. താമരശ്ശേരി ഫ്രഷ് കട്ട് വിഷയത്തിൽ വീണ്ടും സമരസമിതി ഒരുങ്ങുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്. ഇന്ന് വൈകിട്ട് 4 മണിക്ക് സമരം ആരംഭിക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. അനിശ്ചിതകാല സമരമാണ്. MN കാരശ്ശേരി ഉദ്ഘാടനം ചെയ്യും. പ്രതിഷേധങ്ങൾക്കും സംഘർഷങ്ങൾക്കും പിന്നാലെ ഫ്രഷ് കട്ട് തുറന്ന് പ്രവർത്തിക്കാൻ ജില്ലാ കളക്ടർ നൽകിയ അനുമതിക്കെതിരെ വീണ്ടും സമരം ചെയ്യാനാണ് സമരസമിതിയുടെ തീരുമാനം. MM രാഗേഷ് ചേരുകയാണ്. രാഗേഷ്, ഫ്രഷ് കട്ടിന് പ്രവർത്തിക്കാൻ അനുമതി ജില്ലാ ഭരണകൂടം അടക്കം നൽകി. പക്ഷേ ജനങ്ങൾ അതിന് യാതൊരുവിധ പിന്തുണയും സഹകരണവുമില്ല. തുറക്കാൻ അനുവദിക്കില്ല എന്ന് തന്നെയാണ് സമരസമിതിയുടെ തീരുമാനം. നിരോധനാജ്ഞയടക്കം ആ മേഖലയിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. വിവരങ്ങൾ ജനങ്ങൾക്കുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാതെ ഈ ഒരു സമരത്തിന് അവസാനമില്ല എന്നുള്ള പ്രഖ്യാപനമാണ് താമരശ്ശേരിയിലെ ജനങ്ങൾ നൽകുന്നത്. അതായത് ഏകദേശം 3ഓളം പഞ്ചായത്തുകളിൽ ഈ ഫ്രഷ് കട്ടിൻ്റെ മാലിന്യ പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അത്തരത്തിലുള്ളൊരു സമരം ജനകീയമായി മാറിയത്. അതിന് പിന്നാലെ തന്നെ ഈ സമരത്തിൽ ഇടപെട്ട ചില ആളുകളെക്കുറിച്ചുള്ള ചില സംശയങ്ങളും ഒക്കെ തന്നെ ഉയരുന്ന സാഹചര്യവും ഉണ്ടായി. ഏതായാലും താമരശ്ശേരിയിലെ ഈ ഫ്രഷ് കട്ടുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ ജില്ലാ ഭരണകൂടം അനുകൂല നിലപാടാണ് സ്വീകരിച്ചിരുന്നത്. എന്നാൽ കർശന നിർദ്ദേശങ്ങളാണ് ജില്ലാ ഭരണകൂടം നൽകിയിട്ടുള്ളത്. ഒരു വ്യവസായത്തിന് പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകേണ്ടുന്ന എല്ലാ അനുമതികളെ സംബന്ധിച്ചുമുള്ള ചില കാര്യങ്ങൾ ജില്ലാ ഭരണകൂടം വ്യക്തമാക്കുന്നുണ്ടായിരുന്നു. അത്തരത്തിലുള്ള എല്ലാ പേപ്പർ കാര്യങ്ങളും എല്ലാം തന്നെ ഈ ഒരു വ്യവസായത്തിന് മുന്നോട്ട് പോകുന്നതിനുള്ള കാര്യങ്ങളും അനുകൂലമായിരുന്നു. അതേസമയമാണ് 25 ടണ്ണിൽ നിന്ന് 20 ടണ്ണായിട്ട് പ്രതിദിന മാലിന്യം കുറയ്ക്കണമെന്നുള്ള നിർദ്ദേശം ജില്ലാ ഭരണകൂടം നൽകിയിട്ടുള്ളത്. രാത്രി 12 മണി വരെ, വൈകുന്നേരം 6 മണി മുതൽ രാത്രി 12 മണി വരെ ദുർഗന്ധം ഉണ്ടാകാതിരിക്കാൻ പ്ലാന്റിന്റെ പ്രവർത്തനം നിർത്തിവെക്കണമെന്നതുൾപ്പെടെയുള്ള നിരവധി നിർദ്ദേശങ്ങളോടുകൂടിയാണ്, കർശന ഉപാധികളോടുകൂടിയാണ് ജില്ലാ ഭരണകൂടം ഈ ഒരു പ്ലാന്റിന്റെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ പറഞ്ഞത്. പക്ഷേ ജനങ്ങൾ ഇതുകൊണ്ടൊന്നും തന്നെ സമരം അവസാനിപ്പിക്കുന്നില്ല, സമരവുമായി മുന്നോട്ട് പോകുമെന്നുള്ളതാണ്. തുടക്കത്തിൽ രാഷ്ട്രീയ പാർട്ടികളെല്ലാം തന്നെ പ്രത്യക്ഷത്തിൽ ഈ സമരത്തെ വളരെ അനുകൂലിച്ചുകൊണ്ട് രംഗത്തെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. എന്നാൽ സമരത്തിന് പിന്തുണയുണ്ടായിരുന്നു. CPM ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും ഒക്കെ തന്നെ സമരത്തിന് പിന്തുണ ഉണ്ടായിരുന്നു. പക്ഷേ ഇതൊരു ജനകീയ സമരമായി മാറിയതോടുകൂടി ഈ സമരത്തിന് ഒരു രാഷ്ട്രീയ മുഖം കൂടി കൈവരുന്നുണ്ട്. ഇന്ന് കോൺഗ്രസിന്റെ യുവ നേതാക്കളെല്ലാം തന്നെ ഈ ഫ്രഷ് കട്ട് സമര പ്രവർത്തകരെ സന്ദർശിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഇന്നലെ മുസ്ലിം ലീഗിന്റെ നേതാവ് PK കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ളവർ ഈ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന സാഹചര്യമുണ്ടായി. അതുകൊണ്ട് തന്നെ സമരം വളരെ ശക്തമായി തന്നെ താമരശ്ശേരിയിലെ CPM ഉൾപ്പെടെയുള്ള സംഘടനകളും ഈ ഫ്രഷ് കട്ടിനെതിരെ രംഗത്തുണ്ട്. ഇനി ഈ സമരം ഏത് ഘട്ടത്തിലേക്ക് വളരുമെന്നാണ് അറിയാനുള്ളത്. ഇന്ന് വൈകുന്നേരം 4 മണിക്ക് MN കാരശ്ശേരിയാണ് സമരം ഉദ്ഘാടനം ചെയ്യുന്നത്. തീർച്ചയായും രാകേഷ്, നേരത്തെ ഒരു സംഘർഷത്തിൻ്റെ സാഹചര്യമൊക്കെ നമ്മൾ മുന്നിൽ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ വളരെ ജാഗ്രതയിൽ തന്നെയാണ്. എന്തായാലും സമരത്തിന് ഇന്ന് വൈകിട്ട് 4 മണി മുതൽ സമരം ആരംഭിക്കുമെന്ന് സമരസമിതി അറിയിച്ചിട്ടുണ്ട്. അനിശ്ചിതകാല സമരം MN കാരശ്ശേരിയാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. അവിടെ ആ പ്രദേശത്ത് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അവിടെ നിന്നും മാറി ഒരു മേഖലയിൽ സമരം ഇപ്പോൾ നടത്താനാണ് ഏറ്റവും നൽകിയിരിക്കുന്നത്. അതിനാണ് അനുമതി നൽകിയിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ സംസ്ഥാനത്തുണ്ട്. ഇന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ശ്രീ ചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസസ് ടെക്നോളജി സന്ദർശിക്കും. ഇവിടെ നടക്കുന്ന വിവിധ സാങ്കേതിക വിദ്യകളുടെ പ്രദർശനം ഉപരാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്യും. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ, കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി, ധനമന്ത്രി KN ബാലഗോപാൽ അടക്കമുള്ളവർ പങ്കെടുക്കും. ഉച്ചയ്ക്ക് ശേഷം ഉപരാഷ്ട്രപതി ഡൽഹിയിലേക്ക് മടങ്ങും. സന്ദർശനത്തോടനുബന്ധിച്ച് തിരുവനന്തപുരം നഗരത്തിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പ് ചൂടിലാണ് സംസ്ഥാനം. തിരുവനന്തപുരം കോർപ്പറേഷനിൽ കോൺഗ്രസിൻ്റെ 2ാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക ഇന്നോ നാളെയോ പ്രഖ്യാപിക്കും. ഘടകകക്ഷികളുമായുള്ള സീറ്റ് വിഭജന ചർച്ചകൾ ഇന്ന് പൂർത്തിയാകും. CPM-ൻ്റെയും BJP-യുടെയും സ്ഥാനാർത്ഥി പ്രഖ്യാപനവും ഉടനുണ്ടായേക്കും. രജിത്ത് ഒരിക്കൽ കൂടി ചേരുകയാണ്. രജിത്ത്, ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക ഏതാണ്ട് ഭൂരിഭാഗവും നിർണ്ണയിച്ചു കഴിഞ്ഞു, അത് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. കോൺഗ്രസ് ഒരു മുഴം മുന്നിൽ തന്നെയാണ്. എങ്കിലും അവകാശവാദങ്ങൾക്കും വാക്പോരുകൾക്കുമൊന്നും ഒട്ടും കുറവില്ല 3 മുന്നണികൾക്കും. തീർച്ചയായും തിരുവനന്തപുരം കോർപ്പറേഷനിൽ തന്നെയാണ് സംസ്ഥാനത്ത് ആദ്യം തന്നെ കോൺഗ്രസ് തങ്ങളുടെ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചിരിക്കുന്നത്. 48 പേരുടെ സ്ഥാനാർത്ഥി പട്ടികയാണ്. KS ശബരിനാഥിനെ മേയർ സ്ഥാനാർത്ഥിയായി മുന്നോട്ട് കാണിച്ചുകൊണ്ടാണ്, മുൻ MLA കൂടിയായിട്ടുള്ള KS ശബരിനാഥിനെ മുന്നിലേക്ക് കാണിച്ചുകൊണ്ടാണ് ഇവർ പട്ടിക പുറത്തിറക്കുകയും ചെയ്തത്. 48 പേരുടെ പട്ടിക കഴിഞ്ഞ ദിവസം പുറത്തിറക്കി. ഒപ്പം തന്നെ ജനകീയ വിചാരണ യാത്രയ്ക്കും കോൺഗ്രസ് തുടക്കം കുറിച്ചിരിക്കുകയാണ്. 101 വാർഡുകൾ, കഴിഞ്ഞ തവണ 100 ഡിവിഷനുകളായിരുന്നെങ്കിൽ ഇത്തവണ 101 ഡിവിഷനുകളിലാണ് മത്സരങ്ങൾ നടക്കുന്നത്. വാർഡുകളുടെ പുനർക്രമീകരണം വന്നതോടുകൂടി തന്നെ 101 ഡിവിഷനുകളായി തിരുവനന്തപുരം കോർപ്പറേഷൻ മാറിയിട്ടുണ്ട്. ആ കോർപ്പറേഷനിൽ 101 വാർഡുകളിലും
പ്രചരണം നടക്കുകയാണ്. ജനകീയ വിചാരണ യാത്രയായാണ് പ്രചരണ പരിപാടികൾ നടക്കുന്നത്. കെ മുരളീധരന്റെ നേതൃത്വത്തിലുള്ള ജനകീയ വിചാരണ യാത്രയ്ക്ക് ഇന്നലെ തിരുമലയിൽ നിന്ന് തുടക്കമാവുകയും ചെയ്തു. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ് ഇതിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയും ചെയ്തത്. ഈ പ്രചരണ ജാഥ ഈ 101 വാർഡുകളിലൂടെയും കടന്നുപോകും. കോർപ്പറേഷനെതിരെയുള്ള ജനകീയ വിചാരണ എന്ന നിലയിലാണ് ഭരണസമിതിക്കെതിരെയുള്ള ഒരു ജനകീയ വിചാരണ എന്ന നിലയിലാണ് ഈ പ്രചരണ പരിപാടികൾ ആദ്യമായി തന്നെ തുടങ്ങിയിരിക്കുന്നത്. കോൺഗ്രസ് ആണ് സംസ്ഥാനത്ത് തന്നെ കോർപ്പറേഷൻ അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ആദ്യം തന്നെ തിരുവനന്തപുരം കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന 10 സീറ്റുകളാണ് കഴിഞ്ഞ തവണ കോൺഗ്രസിന് നേടാനായത്. അതിൽ നിന്നും ഭരണത്തിലേക്ക് എത്തുന്ന തരത്തിലേക്കുള്ള പ്രവർത്തനങ്ങൾക്കാണ് നേരത്തെ മുതൽ തന്നെ ഇവരുടെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ 48 സീറ്റുകൾ കോൺഗ്രസിൻ്റേത് പ്രഖ്യാപിച്ചു. ഇനി ഘടകകക്ഷികളുമായുള്ള ചർച്ചകൾ ഇന്ന് പൂർത്തിയാകും. അതിനുശേഷം ഘടകകക്ഷികളുടെ ലിസ്റ്റുകളും ഉടൻ പ്രഖ്യാപിക്കും. മറ്റ് സീറ്റുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റുകളും ഉടൻ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവും. അതേസമയത്ത് തന്നെ CPM-ഉം വളരെ പെട്ടെന്ന് തന്നെ സ്ഥാനാർത്ഥി നിർണയത്തിനുള്ള നടപടികളിലേക്ക് കടക്കുകയാണ്. ചിരപരിചിതരായ ആളുകളെയൊക്കെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ലിസ്റ്റാണ് CPM തയ്യാറാക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒപ്പം തന്നെ ഏരിയ സെക്രട്ടറിമാരെ മത്സരിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള CPM-ന്റെ തീരുമാനം അത് സംസ്ഥാന നേതൃത്വത്തിൽ നിന്നുണ്ടാകേണ്ടതുണ്ട്. അങ്ങനെയെങ്കിൽ ഏരിയ സെക്രട്ടറിമാരെ ഉൾപ്പെടെയുള്ളവരെ മത്സര രംഗത്തേക്ക് ഇറക്കാനുള്ള ഒരു തീരുമാനവും CPM-ന്റെ ഭാഗത്തു നിന്നുമുണ്ട്. അതും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ പെട്ടെന്ന് തന്നെ അവരുടെ ലിസ്റ്റും ഉടൻ തന്നെ ഉണ്ടാവും. കാരണം കോൺഗ്രസ് ഒരു പടി മുന്നേ തന്നെ തങ്ങളുടെ ലിസ്റ്റ് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ CPM-ഉം അതിനുള്ള തയ്യാറെടുപ്പിലാണ്. അതേ സമയത്ത് BJP-യുടെ സ്ഥാനാർത്ഥി ലിസ്റ്റുകളും വളരെ പെട്ടെന്ന് ഉണ്ടാകുമെന്ന് തന്നെയാണ്. കാരണം പ്രതിപക്ഷത്ത് BJP ഇരിക്കുന്ന കോർപ്പറേഷനിൽ ഭരണം പിടിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് BJP മുന്നോട്ട് പോകുന്നത്. സംസ്ഥാന അധ്യക്ഷന്റെ നേതൃത്വത്തിലാണ് BJP-യുടെ സ്ഥാനാർത്ഥി നിർണയം അടക്കമുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നത്. അതുകൊണ്ട് തന്നെ 2 ദിവസത്തിനുള്ളിൽ തന്നെ BJP സ്ഥാനാർത്ഥികളെ നിർണയിച്ചുകൊണ്ട് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലേക്ക് അടക്കം എത്തും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. BJP വാർഡുകളിൽ 3 പേരുടെ ലിസ്റ്റ്, ഓരോ വാർഡിലും 3 പേരുകളുടെ ലിസ്റ്റുകളാണ് തയ്യാറാക്കുന്നത്. അതിൽ നിന്നും പ്രമുഖരായിട്ടുള്ള ആളെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കാനുള്ള തയ്യാറെടുപ്പാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ തിരുവനന്തപുരം കോർപ്പറേഷൻ ഒരു വലിയ ത്രികക്ഷി മത്സരം അല്ലെങ്കിൽ ത്രികോണ മത്സരത്തിന് തന്നെ വേദിയാകാൻ പോകുന്നു എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ കഴിയും. കോർപ്പറേഷൻ തിരിച്ചുപിടിക്കുക എന്ന ലക്ഷ്യത്തോടെ കോൺഗ്രസും അതേസമയം പ്രതിപക്ഷത്ത് നിന്നും ഭരണപക്ഷത്തേക്ക് എത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി BJP-യും വളരെ ശക്തമായി തന്നെ രംഗത്തുണ്ട്. ശക്തമായ രീതിയിലുള്ള ഒരു പോരാട്ടം തന്നെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഇത്തവണ നമുക്ക് കാണാൻ സാധിക്കും. എന്തായാലും തദ്ദേശ തെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങിയതോടെ അവകാശവാദങ്ങളും വാക്പോരുകളും ഒക്കെ സജീവമാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. ശബരിനാഥനിലൂടെ തിരുവനന്തപുരത്തെ ഹൈടെക് നഗരമാക്കി മാറ്റാനാകുമെന്ന് കെ മുരളീധരൻ അവകാശപ്പെടുന്നു. എന്നാൽ ശബരിനാഥനെ ഒതുക്കാൻ വേണ്ടിയാണ് കോൺഗ്രസ് തന്ത്രപൂർവ്വം സ്ഥാനാർത്ഥിയാക്കിയതെന്ന് VK പ്രശാന്ത് MLA ആരോപിച്ചു. അതേസമയം നഗരസഭാ കൗൺസിലറുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ BJP-യുടെ മുന്നേറ്റത്തെ ബാധിക്കില്ല എന്നാണ് നേതൃത്വത്തിന്റെ ആത്മവിശ്വാസം. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ വിജ്ഞാപനം വരുന്നതിന് മുമ്പ് തന്നെ 1ാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കി കളം പിടിച്ച കോൺഗ്രസ് KS ശബരിനാഥിലൂടെ തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചെടുക്കാനാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. യുവാവെന്ന നിലയിലെ സ്വാധീനവും IT രംഗത്തെ പ്രാവീണ്യവും ശബരിനാഥിലൂടെ നഗര വോട്ടുകൾ കേന്ദ്രീകരിക്കാനാകുമെന്നാണ് കണക്കുകൂട്ടൽ. തങ്ങളിൽ നിന്ന് അകന്ന് BJP-യിലേക്ക് പോയ വോട്ടുകൾ തിരികെ പിടിക്കുക എന്ന ലക്ഷ്യമാണ് ജനകീയ മുഖങ്ങളെ കളത്തിലിറക്കുന്നതിന് പിന്നിൽ. BJP ആണ് ഞങ്ങളുടെ വോട്ടുകൾ കുറേ ചോർത്തിയത്. അതുകൊണ്ട് തന്നെ ആ ചോർത്തിയ വോട്ടുകൾ തിരികെ കൊണ്ടുവരിക, നഗരത്തിന് പുതിയ മുഖച്ഛായ നൽകണം എന്ന് കോൺഗ്രസ് പാർട്ടി ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് ശ്രീ ശബരിനാഥ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പാരമ്പര്യം മാത്രമല്ല, ഹൈടെക് രംഗത്തുള്ള അദ്ദേഹത്തിൻ്റെ കഴിവ്, കാര്യങ്ങൾ പഠിച്ചു പറയാനുള്ള അദ്ദേഹത്തിൻ്റെ കഴിവ്, ഇതുൾപ്പെടെ നാളെ നഗരസഭയുടെ വികസനത്തിന് അത് പ്രയോജനപ്പെടുത്തണം. അതേസമയം ശബരിനാഥനെ ഒതുക്കാൻ വേണ്ടിയാണ് തന്ത്രപൂർവ്വം കോൺഗ്രസ് സ്ഥാനാർത്ഥിയാക്കിയതെന്ന് CPM ആരോപിക്കുന്നു. അരുവിക്കരയിൽ ശബരിനാഥ് എന്ത് വികസനമാണ് കൊണ്ടുവന്നതെന്നും CPM ചോദിക്കുന്നു. അപ്പോൾ ഇത് ശബരിനാഥനെ പോലുള്ള ഒരു MLA ആയിരുന്ന ആളിനെ ഒതുക്കാൻ വേണ്ടി നടത്തിയിട്ടുള്ള ഒരു പരിശ്രമം എന്ന് മാത്രമേ കാണാൻ വേണ്ടി കഴിയുള്ളൂ. എന്നാൽ 34 സീറ്റുമായി പ്രതിപക്ഷത്തുള്ള BJP ആകട്ടെ കൗൺസിലർ അനിൽകുമാറിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ തെരഞ്ഞെടുപ്പിനെ ബാധിക്കില്ല എന്ന് തന്നെയാണ് ആവർത്തിക്കുന്നത്. ജില്ലയിൽ നിന്ന് S സുരേഷ്, നടൻ കൃഷ്ണകുമാർ, കരമന ജയൻ എന്നീ പേരുകൾ ഉയർന്നു വരുന്നെങ്കിലും മത്സരരംഗത്ത് ഇവർ ഉണ്ടാകില്ല. അതേസമയം VV രാജേഷ്, R ശ്രീലേഖ, കരമന അജിത്ത് തുടങ്ങിയ പേരുകൾ കേന്ദ്രീകരിച്ചാണ് ചർച്ചകൾ. ഈ LDF-ന്റെ അഴിമതി ഭരണം മാറണം. LDF-ന്റെ അഴിമതി ഭരണം മാറണമെങ്കിൽ സ്വാഭാവികമായിട്ടും 35 സീറ്റുള്ള ഒരു പ്രിൻസിപ്പൽ ഒപ്പോണന്റ് ആയിട്ടുള്ള BJP
പാർട്ടിക്കാണ് ആ സ്ഥാനം നികത്താൻ കഴിയുന്നത്. തീർച്ചയായിട്ടും കഴിഞ്ഞ 5 വർഷവും CPM-ൻ്റെയും LDF-ൻ്റെയും അഴിമതി ഭരണത്തെ തുറന്നു കാട്ടുവാൻ വേണ്ടി നിരവധി പോരാട്ടങ്ങൾ നടത്തി ജനശ്രദ്ധയിൽ കൊണ്ടുവന്നത് BJP-യാണ്. തീർച്ചയായിട്ടും പ്രതിപക്ഷ പാർട്ടി എന്നുള്ള നിലയ്ക്ക് ഞങ്ങളുടെ ഉത്തരവാദിത്വം വളരെ കൃത്യമായിട്ട് നിർവഹിച്ചിട്ടുണ്ട്. ബുധനാഴ്ച തന്നെ BJP-യുടെ സ്ഥാനാർത്ഥി പട്ടികയും കോൺഗ്രസിന്റെ 2ാം ഘട്ട സ്ഥാനാർത്ഥി പട്ടികയും പ്രഖ്യാപിക്കും. CPM-ന്റെ പ്രഖ്യാപനവും ഉടനുണ്ടാകും. അമൃത ന്യൂസ്, തിരുവനന്തപുരം. പൊന്മുടി വിനോദസഞ്ചാര കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന പഞ്ചായത്താണ് പെരിങ്ങമല ഗ്രാമപഞ്ചായത്ത്. 2020 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ വന്നത് UDF ആയിരുന്നു. എന്നാൽ 3 വർഷം പിന്നിട്ടപ്പോൾ കോൺഗ്രസ് ഭരണസമിതിയിലെ പ്രസിഡന്റും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും ഉൾപ്പെടെ 3 അംഗങ്ങൾ പാർട്ടി വിട്ട് CPM-ൽ ചേർന്നതോടെ UDF-ന് ഭരണം നഷ്ടമായി. ഈ മർഗണ്ഡം ചാടലിന്റെ പശ്ചാത്തലത്തിലാണ് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ്. പ്രകൃതിയുടെ വശ്യ സൗന്ദര്യമുള്ള കോടമഞ്ഞിന്റെ തണുപ്പുള്ള തിരുവനന്തപുരത്തെ മലനാടൻ ഗ്രാമപഞ്ചായത്തുകളിലൊന്നാണ് പെരിങ്ങമല ഗ്രാമപഞ്ചായത്ത്. 2020 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 8 സീറ്റുകളിൽ UDF-ഉം 7 സീറ്റിൽ LDF-ഉം 3 സീറ്റുകളിൽ സ്വതന്ത്രരും 1 സീറ്റിൽ BJP-യും വിജയിച്ചു. സ്വതന്ത്രരെ കൂടെ കൂട്ടി UDF അധികാരവും പിടിച്ചെടുത്തു. 2024 രാഷ്ട്രീയക്കാറ്റ് മാറി വീശുകയായിരുന്നു. കോൺഗ്രസിലെ ചിലർ CPM പാളയത്തിലേക്ക് കടന്നതോടുകൂടി പഞ്ചായത്ത് ഭരണസമിതിയിലെ ശക്തി സമവാക്യങ്ങൾ തകർന്നു. പെരിങ്ങമല പഞ്ചായത്തിൽ കോൺഗ്രസ് നേതാവായ പ്രസിഡന്റും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും ഉൾപ്പെടെ 3 അംഗങ്ങൾ പാർട്ടി വിട്ട് CPM-ൽ ചേരുകയായിരുന്നു. പിന്നീട് ഉപതിരഞ്ഞെടുപ്പ് നടന്ന 3 വാർഡുകളിലും പാർട്ടി വിട്ടവർ തന്നെ CPM സ്ഥാനാർത്ഥികളായി മത്സരിച്ചു. ആ തെരഞ്ഞെടുപ്പിന് ശേഷം 11 സീറ്റുകൾ നേടി ഭരണം ഇടതുപക്ഷം പിടിച്ചെടുത്തു. അപ്പോഴും പഞ്ചായത്ത് പ്രസിഡന്റായി ഷിനു മടത്തറ തുടർന്നു. അതായത് ലൈഫ് മിഷൻ പോലുള്ള വീട് കൊടുക്കുന്ന പദ്ധതി, അത് പ്രത്യേകം ഒരു പേര് നമ്മൾ അടിച്ചേൽപ്പിക്കും. അത് വെച്ച് അത് കോൺഗ്രസിൻ്റെതാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ചെയ്യുന്നത്. അത് മാത്രമല്ല, അവർ ചെയ്ത ഏറ്റവും വലിയ ഇത് എന്ന് വെച്ചാൽ അവർക്ക് എന്താണ് ഈ കമ്മീഷൻ വാങ്ങുന്നുള്ള ഒരു പ്രവൃത്തിയാണ് ഏറ്റവും മെയിൻ. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ സാധാരണക്കാരിൽ നിന്നും കോൺട്രാക്ടർമാരിൽ നിന്നും കമ്മീഷൻ വാങ്ങുക, അത് അവർക്ക് ഓരോ പ്രോഗ്രാം, പാർട്ടി ഇടുന്ന ഓരോ പ്രോഗ്രാമിനും ശ്രീ കലേവരം അൻസാരി അടങ്ങുന്ന ആളുകളാണ്. തിരുവനന്തപുരത്ത് നടന്ന പരിപാടിക്ക് പോലും ഇദ്ദേഹം തന്നെയാണ് പൈസ കൊണ്ടുപോയി. കാരണം ഈ കമ്മീഷൻ വാങ്ങുക എന്നാണ് അവർ പറയുന്നത്, വാങ്ങിക്കുക, അവിടെ കൊണ്ടു കൊടുക്കുക. ലൈഫ് മിഷൻ പദ്ധതിയും ജൽജീവൻ മിഷൻ പദ്ധതിയും ഇടതുഭരണ സമിതി അധികാരത്തിൽ വന്നതോടെ മുടങ്ങിയെന്ന് കോൺഗ്രസ് നേതൃത്വം ആരോപിച്ചു. ലൈഫ് ഭവനോദ്ധി പ്രകാരം അർഹരാണെന്ന് കണ്ടെത്തിയ മുഴുവൻ ആളുകൾക്കും, ഏകദേശം 600-നടുത്തോളം ആളുകൾക്ക് വീട് നൽകാൻ തീരുമാനിച്ച കേരളത്തിലെ ഏക പഞ്ചായത്ത് ഭരണസമിതിയും ഇതുതന്നെയായിരുന്നു. ഐക്യജനാധിപത്യ മുന്നണിയുടെ കയ്യിൽ നിന്ന് ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഒഴികെ മുഴുവൻ കാര്യങ്ങളും നഷ്ടപ്പെട്ടു. അതിനുശേഷം യാതൊരുവിധ വികസന പ്രവർത്തനങ്ങൾ ഈ ഗ്രാമപഞ്ചായത്തിൽ നടന്നിട്ടില്ല എന്ന് മാത്രമല്ല, പല വാർഡുകളിലും അനുവദിച്ചിരുന്ന തുകകൾ പോലും റിവിഷൻ സമയത്ത് വെട്ടിമാറ്റുകയും തുടർന്ന് വന്ന പദ്ധതിയിൽ 1 രൂപ പോലും ഈ വാർഡുകളിലേക്ക് നൽകാതെ രാഷ്ട്രീയ ദുഷ്ടലാക്കോടുകൂടിയുള്ള പ്രവർത്തനവുമാണ് ഈ ഭരണസമിതി നടത്തുന്നത്. എന്നാൽ 3 വർഷക്കാലത്തെ കോൺഗ്രസ് ഭരണത്തിലും അതിനുശേഷമുള്ള ഇടത് ഭരണസമിതിയുടെ സമയത്ത് നടന്ന പ്രവർത്തനങ്ങളിൽ തൃപ്തിയല്ലെന്ന പഞ്ചായത്തിലെ ഏക BJP പ്രതിനിധിയായ ബിന്ദു സുരേഷ് പറഞ്ഞു. നമ്മുടെ ലൈഫ് ഭവന പദ്ധതിയിൽ തന്നെ ആദ്യം എണ്ണത്തിൽ കൂടുതൽ വീട് പെരിങ്ങമല ഗ്രാമപഞ്ചായത്ത് കൊടുക്കുകയും പക്ഷേ അതൊന്നും പൂർത്തീകരിക്കാനാവാതെ പലരും പാതി വഴിയിൽ നിർത്തിയിട്ടിട്ട് പഞ്ചായത്തിൽ അനവധി തവണ കയറി ഇറങ്ങുന്നൊരു സംവിധാനം പഞ്ചായത്തിനകത്തുണ്ടായിരുന്നു. പൈപ്പ് ലൈൻ പദ്ധതി വരികയും പൈപ്പ് ലൈൻ പദ്ധതിയും പാതി വഴിയിൽ എല്ലാ റോഡുകളും വെട്ടിപ്പൊളിച്ച് ഒന്നടങ്കം ഇല്ലാതാക്കി 19 വാർഡിൻ്റെയും പല ഭാഗങ്ങളിലും മുഴുവനും ഇല്ലാതായി കിടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് ദ്രുതഗതിയിൽ നടത്താതെ തന്നെ ജനങ്ങൾക്കും വാഹനങ്ങൾക്കും യാത്രാ സൗകര്യമെല്ലാം ബുദ്ധിമുട്ടിലായി കിടക്കുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ അഭിപ്രായത്തിൽ കോൺഗ്രസ് ഇരുന്നിട്ട് കമ്മ്യൂണിസ്റ്റ് ഭരണം വന്നുവെങ്കിലും രണ്ടും ഒരേ തരത്തിലുള്ള ഭരണ സംവിധാനം തന്നെയാണ് പെരിങ്ങമല ഗ്രാമപഞ്ചായത്തിൽ ഉണ്ടായിരുന്നത്. ടൂറിസം കേന്ദ്രങ്ങൾ അനേകമുള്ള പെരിങ്ങമല ഗ്രാമപഞ്ചായത്തിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഭരണമാറ്റവും വികസന പ്രവർത്തനങ്ങളും ഒരുപോലെ പ്രതിഫലിക്കുമെന്ന് തീർച്ച. BJP നിലവിലുള്ള 1 സീറ്റ് നിലനിർത്തുമോ എന്ന് കണ്ടു തന്നെ അറിയണം. ക്യാമറമാൻ ചന്ദ്രജോസിനൊപ്പം ദേവിക ചന്ദ്രൻ, അമൃത ന്യൂസ്, തിരുവനന്തപുരം. ന്യൂയോർക്ക് മേയർ തെരഞ്ഞെടുപ്പ് ഇന്ന് നടക്കും. ഡെമോക്രാറ്റിക് പാർട്ടി അംഗമായ ഇന്ത്യൻ വംശജൻ സൊഹ്റാൻ മംദാനിക്കാണ് സാധ്യത കൽപ്പിക്കപ്പെടുന്നത്. സ്വതന്ത്രനായി മത്സരിക്കുന്ന മുൻ ഗവർണർ ആൻഡ്രൂ കുമോ, റിപ്പബ്ലിക്കൻ പാർട്ടിയിലെ കർട്ടിസ് ലിവ എന്നിവരാണ് മത്സരരംഗത്ത്. നിലവിൽ സ്റ്റേറ്റ് അസംബ്ലി അംഗമാണ് മംദാനി. ഡെമോക്രാറ്റിക് പ്രൈമറിയിൽ മുൻ ഗവർണർ ആൻഡ്രൂ കുമോയെ അട്ടിമറിച്ച് നേരത്തെ ശ്രദ്ധ നേടിയിരുന്നു സൊഹ്റാൻ മംദാനി. മംദാനിയെ തീവ്ര ഇടതുപക്ഷവാദിയായി ചിത്രീകരിച്ച് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തിയിട്ടുണ്ട്. ഇന്ത്യക്കാരിയായ പ്രമുഖ സിനിമാ സംവിധായക മീര നായരുടെയും മഹ്മൂദ്
മന്ദാനിയുടെ മകനാണ് സൊഹ്റാൻ മന്ദാനി. ബീഹാറിൽ ആദ്യഘട്ട വോട്ടെടുപ്പ് മറ്റന്നാളാണ്. പരസ്യ പ്രചരണം ഇന്ന് അവസാനിക്കും. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവും ജാതി സർവേയും നടപ്പാക്കിയ ശേഷമുള്ള ആദ്യ തെരഞ്ഞെടുപ്പാണിത്. 7,43,00,000 വോട്ടർമാരാണ് ബീഹാറിലുള്ളത്. NDAയും മഹാസഖ്യവും തമ്മിൽ ശക്തമായ പോരാട്ടം. തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞനായിരുന്ന പ്രശാന്ത് കിഷോറിന്റെ ജൻസൂരജ് പാർട്ടിയും കന്നി അംഗത്തിനിറങ്ങുന്നുണ്ട്. ബുധനാഴ്ച നിശബ്ദ പ്രചരണത്തിനു ശേഷം വ്യാഴാഴ്ച പോളിംഗ് ബൂത്തിലേക്ക്. മുൻ വർഷങ്ങളിലേതുപോലെ തന്നെ ജാതി സമവാക്യങ്ങൾ തന്നെയാകും ബീഹാറിന്റെ വിധി നിർണ്ണയിക്കുക. തേജസ്വി യാദവിനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച് മഹാസഖ്യം മുന്നോട്ടു പോകുമ്പോൾ നിതീഷ് കുമാറിന്റെ നേതൃത്വത്തിലാണ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് എന്ന് മാത്രമാണ് NDA പറയുന്നത്. 240 അംഗ നിയമസഭയിൽ 121 മണ്ഡലങ്ങളാണ് ആദ്യഘട്ടത്തിൽ വിധിയെഴുതുന്നത്. വാഗ്ദാനങ്ങൾ നിരവധി നൽകിക്കൊണ്ട് ഇരുമുന്നണികളും പ്രകടന പത്രികകൾ പുറത്തിറക്കിയിട്ടുണ്ട്. ജൻസൂരജ് പാർട്ടി പ്രവർത്തകൻ ദുലാർ ചന്ദ് യാദവിന്റെ കൊലപാതകത്തിൽ JDU സ്ഥാനാർത്ഥിയും മുൻ MLAയുമായ ആനന്ദ് സിംഗ് അറസ്റ്റിലായത് അവസാന ലാപ്പിൽ മഹാസഖ്യത്തിന് കിട്ടിയ വലിയ ആയുധമാണ്. NDAയ്ക്കും മഹാസഖ്യത്തിനും വലിയ ഭൂരിപക്ഷം പ്രവചിക്കുന്ന സർവേകൾക്കൊപ്പം ഒരു മുന്നണിക്കും കൃത്യമായ ഭൂരിപക്ഷം ഇല്ല എന്നും ചില അഭിപ്രായ സർവേകൾ പുറത്തുവന്നിട്ടുണ്ട്. 20-ലധികം സീറ്റുകൾ ജൻസൂരജ് പാർട്ടിക്ക് ചില സർവേകൾ പ്രവചിക്കുന്നുണ്ട്. തൊഴിലില്ലായ്മയടക്കം സാധാരണക്കാർ നേരിടുന്ന നിരവധി പ്രശ്നങ്ങളാണ് ബീഹാറിലുള്ളത്. പ്രധാനമന്ത്രി അടക്കമുള്ളവർ കഴിഞ്ഞ ദിവസങ്ങളിൽ NDAയ്ക്കായി പ്രചാരണത്തിനെത്തിയിരുന്നു. മഹാസഖ്യത്തിനു വേണ്ടി കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ ഉൾപ്പെടെയുള്ളവരെയാണ് രംഗത്തിറക്കിയത്. ഇന്ന് കൊട്ടിക്കലാശത്തിലേക്ക് പോകുമ്പോഴും ദേശീയ നേതാക്കളെ അണിനിരത്തുകയാണ് മുന്നണികൾ. രാഹുൽ ഗാന്ധി ബീഹാറിൽ 3 യോഗങ്ങളിലാണ് പങ്കെടുക്കുക. അവസാനവട്ട പ്രചാരണത്തിന് മേൽനോട്ടം വഹിക്കാൻ KC വേണുഗോപാലും ബീഹാറിലുണ്ട്. അമിത്ഷായുടെ 2 യോഗങ്ങൾ NDAയ്ക്കായുണ്ട്. JP നദ്ദ ഗയയിൽ റോഡ് ഷോയും നടത്തും. RJDയ്ക്കും BJPയ്ക്കും ഈ തെരഞ്ഞെടുപ്പ് നിർണായകമാണ്. 2 പതിറ്റാണ്ടിന് ശേഷം തേജസ്വിയിലൂടെ ബീഹാറിന്റെ ഭരണ നേതൃത്വത്തിലേക്ക് RJDയ്ക്ക് മടങ്ങിയെത്താനാവുമോ? നിതീഷ് കുമാറിനും NDAയ്ക്കും തുടർച്ചയായ 5ാം ഭരണം ലഭിക്കുമോ? ഇതാണ് കാത്തിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് അമൃത TV. തെരഞ്ഞെടുപ്പിന് ഒരു ദിവസം മാത്രം അവശേഷിക്കെ ബീഹാറിലെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിനെതിരായ ഹർജി സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കും. ജസ്റ്റിസ് സൂര്യകാന്ത് മിശ്ര അധ്യക്ഷനായ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുക. അന്തിമ വോട്ടർ പട്ടികയിലെ മാറ്റങ്ങൾ കൃത്യമായി എഴുതി ഹാജരാക്കണമെന്ന് നേരത്തെ കോടതി നിർദ്ദേശിച്ചിരുന്നു. വ്യാഴാഴ്ച 1ാം ഘട്ട തെരഞ്ഞെടുപ്പ് നടക്കുന്ന സാഹചര്യത്തിൽ ഇന്ന് സുപ്രീം കോടതി ഹർജി പരിഗണിക്കുന്നത് നിർണായകമാണ്. വർക്കലയിൽ ട്രെയിൻ യാത്രയ്ക്കിടെ സഹയാത്രികൻ താഴെയിട്ട പെൺകുട്ടിയുടെ ശ്രീകുട്ടിയുടെ ആരോഗ്യനില മാറ്റമില്ലാതെ തുടരുകയാണ്. വീഴ്ചയിൽ തലയ്ക്കും നട്ടെല്ലിനും ഗുരുതരമായി പരിക്കേറ്റ പെൺകുട്ടിയെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ്. മികച്ച ചികിത്സ ലഭ്യമാക്കണമെന്ന് ശ്രീകുട്ടിയുടെ കുടുംബം ആവശ്യപ്പെട്ടിരുന്നു. അതേസമയം ഏറ്റവും മികച്ച ചികിത്സയാണ് ലഭ്യമാക്കുന്നതെന്ന് മെഡിക്കൽ കോളേജ് അധികൃതരും വ്യക്തമാക്കി. പ്രതി പനച്ചമൂട് സ്വദേശി സുരേഷ് കുമാറിനെതിരെ വധശ്രമത്തിന് പോലീസ് കേസെടുത്തിരിക്കുന്നു. വിവരങ്ങളുമായി രജിത്ത് ചേരുകയാണ്. രജിത്ത്, ആ പെൺകുട്ടിയുടെ അവസ്ഥയാണ് ഇപ്പോൾ എന്തായാലും ഏറ്റവും പ്രധാനമായും നമുക്ക് അറിയേണ്ടത്. വെന്റിലേറ്ററിൻ്റെ സഹായം ഇപ്പോഴും ഇടയ്ക്കൊക്കെ തുടരുന്നു എന്ന് മനസ്സിലാക്കുന്നു. അതിതീവ്ര പരിചരണത്തിലാണ്. എന്താണ് ശ്രീകുട്ടിയുടെ ഇപ്പോഴത്തെ ആരോഗ്യസ്ഥിതി? ശ്രീകുട്ടിയുടെ ആരോഗ്യനില മാറ്റമില്ലാതെ തുടരുന്നു എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനമായും നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം തന്നെ ആശുപത്രിയിൽ എത്തിച്ചതിനേക്കാൾ മാറ്റം, ചെറിയ തോതിലുള്ള മാറ്റങ്ങൾ ഉണ്ട് എങ്കിൽ തന്നെയും 48 മണിക്കൂറിന് ശേഷം മാത്രമേ മരുന്നുകളോട് പ്രതികരിക്കുന്നുണ്ടോ എന്ന് നോക്കിയതിന് ശേഷം മാത്രമേ മറ്റ് ചികിത്സയിലേക്ക് കടക്കാൻ കഴിയുകയുള്ളൂ എന്നാണ് ആ ഡോക്ടർമാർ നേരത്തെ തന്നെ അറിയിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ 48 മണിക്കൂറത്തെ നിരീക്ഷണമാണ് നൽകിയിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ കൂടുതൽ ശസ്ത്രക്രിയ അടക്കമുള്ള കാര്യങ്ങൾ വേണം. നേരത്തെ തലയ്ക്കും അതുപോലെ തന്നെ നട്ടലിനുമാണ് ഗുരുതരമായി പരിക്കേറ്റിട്ടുള്ളത്. തലയിൽ രക്തസ്രാവം തുടരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിൽ കുറവുണ്ടായിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അങ്ങനെയെങ്കിൽ അത് കൂടുതൽ മരുന്നുകളോട് പ്രതികരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ ഈ കുട്ടിയുടെ ആരോഗ്യനില ഇനിയും മെച്ചപ്പെടാനുള്ള ഒരു സാധ്യതയാണ് ഉള്ളത്. ഇവിടെ മെഡിക്കൽ കോളേജിലേക്ക് എത്തിച്ചതിന് ശേഷമുള്ള ആരോഗ്യനിലയിൽ മാറ്റമുണ്ട് എന്ന് തന്നെയാണ് ഇന്നലെ ഡോക്ടർമാർ വ്യക്തമാക്കിയത്. അതേസമയം കുട്ടിയുടെ അമ്മയടക്കമുള്ള ആളുകൾ കൂടുതൽ ചികിത്സ നൽകണം, മികച്ച ചികിത്സ വേണം നൽകേണ്ടത് എന്ന ആവശ്യം മുന്നോട്ട് വെച്ചിരുന്നു. അതേ രീതിയിൽ തന്നെ മികച്ച ചികിത്സ തന്നെയാണ് നൽകുന്നത് എന്നാണ് ഡോക്ടർമാർ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോടക്കം വ്യക്തമാക്കിയത്. സൂപ്രണ്ട് അടക്കം വ്യക്തമാക്കുകയും ചെയ്തു. മെഡിക്കൽ ബുള്ളറ്റിൻ അടക്കം അവർ പുറത്തിറക്കുകയും ചെയ്തതാണ്. അതിൽ അവർ വ്യക്തമാക്കിയത് ഈ തലയ്ക്കും നട്ടെല്ലിനും ഗുരുതരമായി പരിക്കേറ്റതിനാൽ തന്നെ
മരുന്നുകളോട് പ്രതികരിക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് 48 മണിക്കൂറാണ് ശേഷം കുട്ടിയുടെ ആരോഗ്യസ്ഥിതി പരിശോധിച്ചതിന് ശേഷം മറ്റ് ചികിത്സാ നടപടികളിലേക്ക് കടക്കാം എന്നൊരു കാര്യമാണ് ഡോക്ടർമാർ നൽകിയിട്ടുള്ളത്. നിലവിൽ മികച്ച ചികിത്സ തന്നെ കുട്ടിക്ക് തുടരുന്നുണ്ട്. ഇൻറ്റൻസീവ് കെയർ യൂണിറ്റിലാണ് കുട്ടി ഇപ്പോഴും ഉള്ളത്. ആവശ്യമെങ്കിൽ വെന്റിലേറ്ററിൻ്റെ സഹായമടക്കം നൽകിക്കൊണ്ടാണ് ഇപ്പോൾ ചികിത്സ തുടരുകയും ചെയ്യുന്നത്. നിലവിൽ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ പ്രതിയായിട്ടുള്ള സുരേഷ് കുമാറിനെ കഴിഞ്ഞ ദിവസം കസ്റ്റഡിയിലെടുക്കുകയും തുടർന്ന് ഇയാളെ ചോദ്യം ചെയ്തതിന് ശേഷം കുറ്റം സമ്മതിച്ചതോടുകൂടി അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു. അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതിയെ കോടതിയിൽ ഹാജരാക്കി ഇപ്പോൾ റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. ഒരുപക്ഷെ ഇന്ന് അയാളെ കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ ചോദ്യം ചെയ്യലടക്കമുള്ള നടപടിയിലേക്ക് പോകാനുള്ള സാധ്യതയുമാണ് ഉള്ളത്. എന്തുതന്നെയായാലും കുട്ടിയുടെ ആരോഗ്യനില സംബന്ധിച്ച് ഒരുപക്ഷെ വൈകുന്നേരത്തോടുകൂടി കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകും. 48 മണിക്കൂറാണ് ഇത് സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളത്. നിലവിൽ ആരോഗ്യ നില കഴിഞ്ഞ ദിവസം ആശുപത്രിയിൽ എത്തിച്ച ആരോഗ്യനിലയിൽ ചെറിയ രീതിയിലുള്ള മാറ്റമുണ്ട്. എന്നാലും മറ്റ് രീതിയിലുള്ള കാര്യങ്ങൾ 48 മണിക്കൂറിന് ശേഷം മാത്രമേ വ്യക്തമാവുകയൂ. തീർച്ചയായും ആ നേരിയ പുരോഗതി എന്ന വാക്ക് തന്നെ വലിയൊരു ആശ്വാസം നൽകുന്നുണ്ടെങ്കിൽ കൂടിയും വലിയ പ്രാർത്ഥനയിൽ തന്നെയാണ് കേരളത്തിൻ്റെ സാമൂഹ്യ മനസ്സാക്ഷി. വളരെയധികം ഞെട്ടിക്കുന്ന തരത്തിൽ ലഹരിയുടെ മറ്റൊരു മുഖം, മറ്റൊരു വിപത്ത് അതിന് ഇരയാവുകയായിരുന്നു ശ്രീകുട്ടി കഴിഞ്ഞ ദിവസം. കേരളത്തിൻ്റെ എല്ലാ പ്രാർത്ഥനകളും ശ്രീകുട്ടിയോടൊപ്പമുണ്ട്. ഇനി ബിസിനസ് വാർത്തകൾ നോക്കാം. വിപണി വിലയിരുത്തലാണ് ധനകാര്യ ഓഹരി വിദഗ്ധൻ കെ ദിലീപ് ചേരുന്നു. ഗുഡ് മോർണിംഗ് കേരളത്തോടൊപ്പം. ശ്രീ ദിലീപ്, സ്വാഗതം. ഗുഡ് മോർണിംഗ് കേരളത്തിലേക്ക്. എങ്ങനെയാകും ഇന്ന് വിപണിയിലെ നീക്കങ്ങളൊപ്പം അന്താരാഷ്ട്ര വിപണിയിൽ നിന്നുള്ള സൂചനകളൊക്കെ എങ്ങനെയാണ്? ഇന്നലത്തേതിൽ നിന്നും മാറ്റമില്ലാതെ വ്യാപാരം തുടങ്ങാമെങ്കിലും വളരെ ഉയർന്ന തോതിലുള്ള കയറ്റങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇനി ഈ ഒരു നിലവാരത്തിൽ വിപണി ക്രമപ്പെട്ടതിന് ശേഷം മാത്രമേ മുന്നോട്ട് നീങ്ങാനുള്ള സാധ്യതയുള്ളൂ. വിപണിയുടെ ഇപ്പോഴത്തെ ഓരോ ഉയർച്ചയിലും വിദേശ നിക്ഷേപ സ്ഥാപനങ്ങളുടെ ഭാഗത്തുനിന്നും വിൽപ്പന തുടരുന്നതിനാൽ ഇപ്പോൾ ഈ ഒരു നിലവാരത്തിൽ നിന്നും ഇനി പെട്ടെന്ന് മുന്നോട്ട് നീങ്ങാനുള്ള ഒരു സാധ്യത കുറവാണ്. അതുകൊണ്ട് തന്നെ ഇനി അതിനൊരു മാറ്റം വരണമെങ്കിൽ ആ രീതിയിലൊരു നിക്ഷേപ താല്പര്യം ഉണ്ടാകേണ്ടതുണ്ട്. അതിന് മറ്റൊട്ടേറെ ഘടകങ്ങൾ വിപണിക്ക് പ്രോത്സാഹനമായി പ്രവർത്തിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ചും ഇന്ത്യ-US വ്യാപാര കരാർ വൈകുന്നത് അതിനൊരു കാരണം തന്നെയാണ്. അതിലേതെങ്കിലും തരത്തിലൊരു തീരുമാനം ഉണ്ടാവുകയാണെങ്കിൽ അത് തികച്ചും അനുകൂലമായി വിപണിക്ക് പ്രതികരിക്കുകയും ചെയ്യും. വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ ഇന്നലെയും ഏതാണ്ട് 1000 കോടിക്ക് മുകളിൽ വിൽപ്പന നടത്തുകയുണ്ടായി. അതും ഇനിയുള്ള ഘട്ടത്തിൽ അവരുടെ നിലപാടുകളും വിപണിയുടെ നീക്കത്തിൽ നിർണായകമായിരിക്കും. എന്തായാലും സാങ്കേതികമായി 25,500 എന്ന നിലവാരം തന്നെയാണ് മുൻനിര സൂചിയായ നിഫ്റ്റിക്ക് പ്രധാനം. ആ ഒരു നിലവാരം അടിസ്ഥാന നിലവാരം പ്രവർത്തിക്കുകയും ചെയ്യും. മുകളിലേക്ക് നീങ്ങണമെങ്കിൽ 26,000 ഭേദിച്ച് വ്യാപാരം നടക്കേണ്ടതുണ്ട്. എന്തായാലും ഇന്നത്തെ മാറ്റമില്ലാതെയായിരിക്കും വ്യാപാരം തുടങ്ങുക. നന്ദി ശ്രീ ദിലീപ്. ലഹരിക്കെതിരെ രമേശ് ചെന്നിത്തല നയിക്കുന്ന വാക്ക് എഗെയിൻസ്റ്റ് ഡ്രഗ്സ് വാക്കത്തോൺ കൊച്ചിയിൽ ആരംഭിച്ചു. എറണാകുളം മറൈൻ ഡ്രൈവ് മുതൽ ദർബാർ ഹാൾ ഗ്രൗണ്ട് വരെയാണ് വാക്കത്തോൺ നടക്കുന്നത്. കിരൺ ചേരുകയാണ് വിവരങ്ങളുമായി. കിരൺ, ലഹരി എന്ന മഹാവിപത്ത് അതിനെതിരായ അവബോധം സൃഷ്ടിക്കേണ്ടത്, പൊതുജനങ്ങളിൽ സൃഷ്ടിക്കേണ്ടത് ഏറ്റവും ആവശ്യമേറിയ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം നടന്ന ആ ശ്രീകുട്ടിക്കെതിരായ ആക്രമണം ഉൾപ്പെടെ മദ്യലഹരിയിലാണ് അയാൾ സുരേഷ് കുമാർ ആ കൃത്യം ചെയ്തതെന്നാണ് ഏറ്റവും പ്രാഥമികമായി ലഭിക്കുന്ന വിവരമെങ്കിൽ കൂടിയും നമ്മുടെ സമൂഹത്തെ അത് കൊച്ചുകുട്ടിയെന്നോ വലുതെന്നോ ഇല്ലാതെ വലിയ രീതിയിൽ മാരകമായി തന്നെ ബാധിച്ചിരിക്കുന്ന ലഹരി എന്ന മാരക വിപത്ത്, അതിനെതിരെ ഒന്നിച്ചു പോരാടേണ്ടതിൻ്റെ ആവശ്യകത അത് ഒരുപക്ഷേ രാഷ്ട്രീയ സാമൂഹ്യ വ്യത്യാസമില്ലാതെ അതിനെല്ലാവരും മുന്നിട്ടിറങ്ങുന്ന കാഴ്ചകൾ ഇപ്പോൾ രമേശ് ചെന്നിത്തല നയിക്കുന്ന ഡ്രഗ്സ് എഗെയിൻസ്റ്റ് വാക്കത്തോൺ എന്ന റാലിയിൽ നമ്മൾ എത്തിയിരിക്കുന്നു. എഗെയിൻസ്റ്റ് ഡ്രഗ്സ് വാക്കത്തോൺ കൊച്ചിയിൽ തുടങ്ങിയിരിക്കുന്നു. എന്തൊക്കെയാണ് വരുന്നത്? സ്വപ്ന, ലഹരിക്കെതിരെ രമേശ് ചെന്നിത്തല നടത്തി വരുന്ന പ്രൗഡ് കേരള വാക്കത്തോണിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് കൊച്ചിയിലും ഈ വാക്കത്തോൺ നടക്കുന്നത്. ഈ വാക്കത്തോണിൻ്റെ സമാപന പരിപാടിയാണ് കൊച്ചിയിൽ നടക്കുന്നത്. കഴിഞ്ഞ 13 ജില്ലകളിലും ഈ വാക്കത്തോൺ കഴിഞ്ഞിരുന്നു. അതിനുശേഷം ഇന്ന് സമാപന പരിപാടിയിൽ കൊച്ചിയിൽ നടക്കുകയാണ്. രമേശ് ചെന്നിത്തല ഒപ്പം തന്നെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ അടക്കമുള്ള ആളുകളുടെ നേതൃത്വത്തിലാണ് ഈ വാക്കത്തോൺ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും വാക്കത്തോണിൻ്റെ ക്യാപ്റ്റൻ തന്നെയായിട്ടുള്ള രമേശ് ചെന്നിത്തല കൂടിയുണ്ട്. സാറിൻ്റെ കുറേ അനുഭവങ്ങൾ, പ്രത്യേകിച്ച് ആഭ്യന്തരമന്ത്രി അടക്കമുള്ള അനുഭവങ്ങളുടെ കൂടി അടിസ്ഥാനത്തിലേക്ക് അല്ലേ ഏതായാലും തീർച്ചയായിട്ടും നമ്മുടെ നാടിനെ ഏറ്റവും കൂടുതൽ ഗ്രസിച്ചിരിക്കുന്ന ലഹരിയാണ്. ഈ ലഹരിയിൽ നിന്ന് നാടിനെ മോചിപ്പിക്കണം, പുതിയ തലമുറയെ മോചിപ്പിക്കണം. ജീവിതമാണ് ലഹരി എന്നവരെ പഠിപ്പിക്കണം. അതിനു വേണ്ടിയിട്ടുള്ള ഒരു ജൈത്രയാത്രയാണ് നമ്മളെല്ലാവരും ചേർന്ന് നയിക്കുന്നത്. രാഷ്ട്രീയമോ ജാതിയോ മതമോ ഒന്നുമില്ല. ഈ കൂട്ടായ്മയാണ് കേരളത്തെ രക്ഷിക്കേണ്ടത്. ഗവൺമെൻറ് വസ്തുത മനസ്സിലാക്കി ഇടപെടൽ നടത്തണം. ലഹരിയുടെ വേരറക്കാനുള്ള ശക്തമായ നടപടി ഉണ്ടാകണം. അതുവേണ്ടിയൂടെ പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഈ മുന്നേറ്റവുമായി മുന്നോട്ട് വരുന്നത്.
സ്വപ്ന, അദ്ദേഹം സൂചിപ്പിച്ച ഒരു കാര്യം തന്നെ, അതായത് അദ്ദേഹം ആഭ്യന്തരമന്ത്രി കൂടിയായിരുന്നു. ആ കാലഘട്ടത്തിലൊക്കെ എല്ലാം അദ്ദേഹം കേരളത്തിലെ ലഹരി മാഫിയയുടെ കാര്യങ്ങൾ അത് നേരിട്ട് തന്നെ അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളതാണ്. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഏതായാലും ഇത്തരമൊരു കാര്യത്തിലേക്ക് ഒരു പൊതു അവബോധം സൃഷ്ടിക്കണം എന്നുള്ളൊരു ലക്ഷ്യത്തോടു കൂടി ഏതായാലും അദ്ദേഹം അടക്കം നേരിട്ട് ഇറങ്ങുന്നത്. പ്രതിപക്ഷ നേതാവ് കൊണ്ട് സാർ കഴിഞ്ഞ ദിവസമാണ് നിയമസഭയിൽ പറഞ്ഞത്, നേരത്തെ സ്പിരിറ്റ് മാഫിയക്കെതിരായിട്ട് പ്രവർത്തിച്ചതുപോലെ ഇപ്പോഴുള്ള ഈ ലഹരി മാഫിയയും അടിച്ചമർത്തുന്നതിന് വേണ്ടിയുള്ളൊരു നീക്കം ഉണ്ടാവണം. അതായത് രണ്ട് രീതിയിലാണ് ഇതിനെ നേരിടേണ്ടത്. ഒന്ന്, എക്സൈസും പോലീസും ഗവൺമെൻറ്റിൻ്റെ നേതൃത്വത്തിൽ നടത്തേണ്ട എൻഫോഴ്സ്മെൻറ്റ്. ഇത് എവിടെ നിന്നാണ് വരുന്നത് എന്ന് കണ്ടുപിടിച്ചത് ഇല്ലാതാക്കണം. അത് ദയനീയമായ പരാജയമാണ്. രണ്ട്, ബോധവൽക്കരണം. എക്സൈസിൻ്റെയും പോലീസിൻ്റെയും പരിപാടി ബോധവൽക്കരണമല്ല, അത് ഇതുപോലത്തെ പരിപാടികൾ നടത്തി ആളുകൾ, എല്ലാ സംഘടനകളും, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും, സാമൂഹ്യ സംഘടനകളും ഇറങ്ങി ചെയ്യണം. ഗവൺമെൻറ് ചെയ്യേണ്ട ജോലി ഗവൺമെൻറ് ചെയ്യണം. കേരളം ലഹരി മരുന്നിൻ്റെ ആസ്ഥാനമായി ഹബ്ബായി മാറിയിരിക്കുകയാണ്. അത്രമാത്രം വേഗത്തിലാണ് ഇത് പടരുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങളെ കൊലയ്ക്ക് കൊടുക്കാൻ നമ്മൾ സമ്മതിക്കില്ല എന്നുള്ള പ്രഖ്യാപനത്തോടു കൂടി ഇച്ഛാശക്തിയോടുള്ള തീരുമാനങ്ങളാണ് ആവശ്യം. അതാണ് ഏറ്റവും പ്രധാനം. മാത്രമല്ല സാർ, ഇപ്പോൾ ഈ കുട്ടികളെ ഡി അഡിക്ഷൻ സെൻ്ററിലേക്ക് എത്തിക്കുന്ന ഒരു പ്രവണത, അല്ലെങ്കിൽ അത് കൂടുതൽ കഴിഞ്ഞ വർഷങ്ങളെക്കാൾ കൂടി വരുന്ന ഒരു സാഹചര്യം. അല്ല, അതിൻ്റെ എണ്ണം വർദ്ധിക്കുകയാണ്. ഈ പ്രാവശ്യം 500 പേരുള്ളൊരു സംഘത്തിൽ അടുത്ത വർഷം 5000 പേരാണ് വരുന്നത്. 10 ഇരട്ടിയായി മാറുകയാണ് എല്ലാ വർഷവും, അപകടകരമായ നിലയിലേക്ക്. ഏതായാലും സ്വപ്ന, അദ്ദേഹം സൂചിപ്പിച്ചടക്കമുള്ള കാര്യങ്ങളുണ്ട്. ലഹരി മാഫിയയുടെ പിടിമുറുക്കൽ അത് സംസ്ഥാനത്ത് വ്യാപകമായിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് അവബോധം സൃഷ്ടിക്കുന്നത് അത് എക്സൈസോ പോലീസോ അല്ല, പൊതുജനങ്ങളാണ് അവബോധം സൃഷ്ടിക്കുന്നതിന് വേണ്ടി ഇറങ്ങേണ്ടത്. എക്സൈസിൻ്റെയും പോലീസിൻ്റെയും ചുമതല ഇവരെ അടിച്ചമർത്തുക അല്ലെങ്കിൽ ഇല്ലായ്മ ചെയ്യുക എന്നുള്ളതാണ്. പൊതുജനത്തിൻ്റെ പിന്തുണയോടുകൂടി പൊതുജനത്തെ സംഘടിപ്പിച്ചുകൊണ്ട് അവബോധം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കുന്നത് എന്ന് തന്നെയാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. കഴിഞ്ഞ 13 ജില്ലകളിലും ഈ പരിപാടി നടന്നിരുന്നു. വയനാട്ടിൽ നേരത്തെ സോണിയാഗാന്ധി, ഒപ്പം തന്നെ പ്രിയങ്ക ഗാന്ധി അടക്കമുള്ള ആളുകൾ പങ്കെടുക്കുന്ന പരിപാടിയാണ് നടന്നത്. ഏതായാലും ഇതിൻ്റെ സമാപന പരിപാടിയാണ് ഇന്നിപ്പോൾ കൊച്ചിയിൽ നടക്കുന്നത്. മറൈൻ ഡ്രൈവിൽ നിന്ന് ആരംഭിച്ച ഈ വാക്കത്തോൺ അത് വലിയൊരു ജനപങ്കാളിത്തത്തോടു കൂടി തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. DH ഗ്രൗണ്ടിലാണ് ഈ വാക്കത്തോൺ സമാപിക്കുന്നത്. സ്വപ്ന. തീർച്ചയായും ഇത്തരം വാക്കത്തോണുകൾ, ലഹരിക്കെതിരായ ഇത്തരം ബോധവൽക്കരണങ്ങൾ അങ്ങേയറ്റം ആവശ്യമാണ്. കഴിഞ്ഞൊരു 10 വർഷത്തെ കണക്കെടുക്കുകയാണെങ്കിൽ 26% ലഹരിയുടെ ഉപയോഗം ആഗോളതലത്തിൽ തന്നെ വർദ്ധിച്ചിരിക്കുന്നത് എന്നാണ്. ഏറ്റവും കൂടുതലായി ഇത് ഒരുപക്ഷെ കൗമാരക്കാരിലും യുവാക്കളിലും, നാളത്തെ തലമുറയെ നയിക്കേണ്ട യുവാക്കളിലേക്കും ആ തലമുറയിലേക്ക് തന്നെയാണ് ഇത് ബാധിക്കുന്നത് എന്നാണ് ഏറ്റവും പുതിയ കണക്കുകളെല്ലാം വ്യക്തമാക്കുന്നത്. ജീവിതമാണ് ലഹരി എന്നത് നമ്മൾ മനസ്സിലാക്കുന്നതിന് ഇത്തരത്തിലുള്ള അവബോധങ്ങൾ, ബോധവൽക്കരണങ്ങൾ, വാക്കത്തോണുകളടക്കം അങ്ങേയറ്റം നിർണായകവുമാണ്. അതേസമയം നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ ഇന്ന് പുലർച്ചെ ഒരു വൻ കഞ്ചാവ് കടത്ത് പിടികൂടിയിട്ടുണ്ട്. 6.5 കോടി വില വരുന്ന 6.4 കിലോ ഹൈബ്രിഡ് കഞ്ചാവാണ് പിടികൂടിയത്. സമീപകാലത്ത് സംസ്ഥാനത്ത് നടന്ന ഏറ്റവും വലിയ ഹൈബ്രിഡ് കഞ്ചാവ് വേട്ടയാണിത്. ബാങ്കോക്കിൽ നിന്ന് ഭക്ഷ്യ പാക്കറ്റുകളിൽ ഒളിപ്പിച്ചായിരുന്നു ലഹരി കടത്ത്. സംഭവത്തിൽ വയനാട് സ്വദേശി അബ്ദുൾ സമദ് കസ്റ്റംസിൻ്റെ കസ്റ്റഡിയിലായി. വിയറ്റ്നാമിൽ നിന്ന് ബാങ്കോക്കിൽ എത്തിയതിനു ശേഷം അവിടെ നിന്നാണ് സമദ് കഞ്ചാവ് കടത്തിയത്. വിമാനത്താവളത്തിൽ ഇയാളുടെ ചോദ്യം ചെയ്യൽ തുടരുകയാണ്. നമ്മൾ പലരുടെയും തെറ്റുകൾ ചൂണ്ടിക്കാട്ടാറുണ്ട്. ഒരാളുടെ തെറ്റ് അയാളോട് നേരിട്ട് തന്നെ പറയണം, പക്ഷേ അത് അയാൾക്ക് വേദനിക്കാത്ത തരത്തിലാകണം അവതരിപ്പിക്കേണ്ടത്. വിമർശനങ്ങൾ എങ്ങനെയാണ് അവതരിപ്പിക്കേണ്ടത്? ഇതേക്കുറിച്ച് ഗെയിം ചേഞ്ചർ എന്ന് പറയുന്നു. ഗെയിം ചേഞ്ചർ എന്ന സെഗ്മെൻറ്റിലൂടെ പ്രശസ്ത ക്രിക്കറ്റ് കമൻറ്റേറ്ററും സ്പോർട്സ് ബ്രോഡ്കാസ്റ്ററും കോളമിസ്റ്റും മോട്ടിവേഷണൽ സ്പീക്കറുമൊക്കെയായ ശ്രീദത്ത് എസ് പിള്ള സംസാരിക്കുന്നു. നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസിനെ ടെസ്റ്റ് ചെയ്യുന്ന ഒരുപാട് സമയങ്ങളുണ്ട്, അല്ലേ, സന്ദർഭങ്ങളുണ്ട്. അത് പലപ്പോഴും പ്രൊഫഷണലി ആവാം, പേഴ്സണലി ആവാം. അതിലൊന്ന് നമുക്ക് ഹാൻഡ്ലിങ് ഡിഫിക്കൽട്ട് കോൺവെർസേഷൻസ്, അതായത് ബുദ്ധിമുട്ടുള്ള സംഭാഷണങ്ങൾ ഹാൻഡിൽ ചെയ്യുക എന്ന് പറയുന്നത്. ഈ ബുദ്ധിമുട്ടുള്ള സംഭാഷണങ്ങൾ എന്ന് പറയുന്നത് ഇറ്റ്സ് എ സബ്ജക്റ്റീവ് തിങ്. അത് പലർക്കും പലതാണ്. പക്ഷേ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, ചില കാര്യങ്ങൾ ബുദ്ധിമുട്ട് തന്നെയാണ്. അതിലൊരു കാര്യമാണ് നെഗറ്റീവ് ഫീഡ്ബാക്ക് കൊടുക്കുക എന്ന് പറയുന്നത്. അതായത് ഒരാളോട് അവരെ പറ്റി അത്ര പ്ലസൻ്റ് അല്ലാത്ത, അത്ര പോസിറ്റീവ് അല്ലാത്ത ഒരു ഫീഡ്ബാക്ക് കൊടുക്കുക എന്ന് പറയുന്നത് എല്ലാവർക്കും പറ്റുന്നൊരു കാര്യമല്ല. ചിലർക്ക് അത് മാത്രമേ പറ്റുള്ളൂ. അതല്ല ഞാൻ പറഞ്ഞു വരുന്നത്. അതായത് ഒരു സാധാരണ ഒരു മനുഷ്യന് സോ വി ആർ ഹാപ്പി അബൌട്ട് സെയിങ് നൈസ് തിങ്സ് അബൌട്ട് പീപ്പിൾ. പക്ഷെ അതല്ലാത്ത ഒരു സന്ദർഭം ഉണ്ടല്ലോ,
അത് ചിലപ്പോൾ പേഴ്സണൽ ലൈഫിലാവാം, നമ്മുടെ ഫാമിലി ആവാം, അല്ലെങ്കിൽ എക്സ്റ്റൻഡഡ് ഫാമിലി ആവാം, എവിടെയാവാം. പക്ഷേ മോർ ഇമ്പോർട്ടൻ്റ്ലി അറ്റ് വർക്ക്, എസ്പെഷ്യലി നിങ്ങൾ ലീഡർഷിപ്പ് പൊസിഷൻസ് ഒക്കെ അസ്യൂം ചെയ്യുന്ന സമയത്ത്, when people are working under you, you are responsible for the team. The team might have a lot of people, ഒരുപാട് ആൾക്കാരുള്ളൊരു ടീമാവാം. നിങ്ങൾക്ക് പല പെർഫോമൻസ് റിലേറ്റഡ് അല്ലെങ്കിൽ ചിലപ്പോൾ ബിഹേവിയറൽ ആയിട്ടുള്ള ചില ആസ്പെക്ട്സിൽ നമുക്ക് ഫീഡ്ബാക്ക് കൊടുക്കേണ്ടി വരും. അങ്ങനെ കൊടുക്കുമ്പം എങ്ങനെയാണ് ഒരു നെഗറ്റീവ് ഫീഡ്ബാക്ക് കൊടുക്കാൻ പറ്റുക? നെഗറ്റീവ് ഫീഡ്ബാക്ക് കൊടുക്കാൻ പറ്റുക എന്ന് പറയുന്നത് അതൊരു നല്ല സുഖകരമായൊരു കാര്യമല്ല. പക്ഷേ ഒരു പോസിറ്റീവ് റിസൾട്ട് വരാൻ നമുക്ക് പലപ്പോഴും ചെയ്യേണ്ടി വരും. എങ്ങനെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുക? അതിനകത്ത് 2 കാര്യങ്ങളാണ്. ഒന്ന്, ഇങ്ങനെ പറയാറുണ്ട് ആൾക്കാർ, അതായത് ഓൾവേസ് പ്രേസ് ഇൻ പബ്ലിക് ആൻഡ് ക്രിട്ടിസൈസ് ഇൻ പ്രൈവറ്റ്. അതായത് ഒരാളെ പുകഴ്ത്തുന്ന എപ്പോഴും മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ചായിരിക്കണം. എന്നാൽ ഒരാളുടെ കുറ്റം പറയുകയോ അല്ലെങ്കിൽ കുറവ് പറയുകയോ ചെയ്യുമ്പോൾ അത് അയാൾ മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ. അതൊന്ന്. രണ്ടാമത്, സാൻഡ്വിച്ച് മെത്തഡോളജി ഓഫ് ഗിവിങ് ഫീഡ്ബാക്ക് എന്ന് പറയും. സാൻഡ്വിച്ചിൻ്റെ പ്രത്യേകത എന്താണ്? ഒരു സ്ലൈസ് ബ്രെഡ് ഇവിടെ, ഒരു സ്ലൈസ് ബ്രെഡ് ഇവിടെ, അതിൻ്റെ നടുക്കാണ് ആ റിയൽ കോണ്ടൻറ്റ് വരുന്നത്, അല്ലേ? അത് ചിക്കൻ ആവാം, അല്ലെങ്കിൽ വെജ് ആവാം, അല്ലെങ്കിൽ ഇറ്റ് കുഡ് ബി എനിത്തിങ്. ആ ഒരു മസാല വരുന്നത് അതിൻ്റെ ഇടയ്ക്കാണ്. ഫീഡ്ബാക്കും അങ്ങനെ തന്നെയാണ്. ഒരാളെ വിളിച്ച് ഒരു ഫീഡ്ബാക്ക് കൊടുക്കുമ്പോൾ അയാളുടെ ഒരു നല്ല കാര്യത്തിൽ തുടങ്ങുക. അതായത് ആ ടീമിനല്ല, നിങ്ങൾക്ക് വേണ്ടി, അല്ലെങ്കിൽ ടീമിന് വേണ്ടി, അല്ലെങ്കിൽ അയാളുടെ ഒരു നല്ല ഗുണം, അയാൾ പെർഫോം ചെയ്ത നല്ലൊരു കാര്യം, അയാൾ എത്ര ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ള കാര്യം അതിൽ തുടങ്ങുക. അതിനുശേഷം ഇതുകൂടെ പറയുക. അതായത് നിങ്ങൾ വളരെ നല്ല രീതിയിൽ ഇത് ചെയ്യുന്നുണ്ട്, പക്ഷേ ഇതുകൂടെ ഒന്ന് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ എൻഡ് ചെയ്യുമ്പോഴും പോസിറ്റീവായിട്ട് എൻഡ് ചെയ്യുക. അതാണ് സാൻഡ്വിച്ച് എന്ന് പറയുന്നത്. യു സ്റ്റാർട്ട് പോസിറ്റീവ്ലി, അത് കഴിഞ്ഞ് പറയാനുള്ള കാര്യം പറയുക, ആൻഡ് യു എൻഡ് ഓൺ എ പോസിറ്റീവ് നോട്ട്. അങ്ങനെ ചെയ്യുമ്പം ആ സ്വീകരിക്കുന്ന ആൾക്ക് ആ മെസ്സേജ് കിട്ടുകയും ചെയ്യും. പക്ഷേ സാധാരണ ഒരു നെഗറ്റീവ് ഫീഡ്ബാക്ക് കിട്ടുമ്പോൾ ഉണ്ടാകുന്ന ഒരു വിഷമം ഉണ്ടാകുകയില്ല. ഇപ്പം നിങ്ങൾ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഈ ഒരു ഫീഡ്ബാക്ക് തരിക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾ, അല്ലെങ്കിൽ അതിൽ കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾ. അതുകൊണ്ടാണ് നമ്മൾ ഒരു പോസിറ്റീവായിട്ട് തുടങ്ങി ഫീഡ്ബാക്ക് കൊടുത്തു, പിന്നെ ഒരു പോസിറ്റീവ് നോട്ടിൽ അത് എൻഡ് ചെയ്യുക എന്നുള്ളത്. നാളെ നിങ്ങൾക്ക് ആ ഒരു ഓപ്പർച്യൂണിറ്റി, അല്ലെങ്കിൽ ആ ഒരു സന്ദർഭം, ആ ഒരു ഒക്കേഷൻ വരുമ്പോൾ നിങ്ങളിതൊന്ന് ചെയ്ത് നോക്കൂ. ഐ എം ഷുവർ that the result will be better. Good luck. രണ്ടായിരത്തി 2018 പ്രളയത്തിൽ തകർന്ന റോഡ് പുനർനിർമ്മിക്കാത്തതിനെ തുടർന്ന് ഇടുക്കി കട്ടപ്പനയിൽ 30ഓളം കുടുംബങ്ങൾ ദുരിതത്തിൽ. റോഡ് നിർമ്മാണത്തിനായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് അനുവദിച്ച 45 ലക്ഷം രൂപ ചെലവഴിക്കാതെ നഷ്ടപ്പെടുകയും ചെയ്തു. മണ്ണിടിച്ചിൽ ഭീഷണി മൂലം പല കുടുംബങ്ങളും ഇവിടെ നിന്ന് വീട് തന്നെ ഉപേക്ഷിച്ചുപോയി. ഈ 7 വർഷമായിട്ട് ഞങ്ങൾ വാടകയ്ക്ക് തന്നെ കിടക്കുന്നത്. ഞാനാണ് ക്യാൻസർ പേഷ്യൻറ്റും കൂടെ. ഒരു വീടാണേലും വെച്ച് കിടക്കാൻ ആഗ്രഹമില്ലാത്ത മനുഷ്യരുണ്ടോ ഇപ്പോൾ? ഇത് ഒരാളുടെ മാത്രം അവസ്ഥയല്ല. 2018 ഓഗസ്റ്റിലുണ്ടായ പ്രളയത്തിലാണ് കട്ടപ്പന ടൗണിന് സമീപമുള്ള കല്ലുകുന്നിൽ 30ഓളം കുടുംബങ്ങൾ ഉപയോഗിച്ചിരുന്ന റോഡ് തകർന്നത്. റോഡിനോട് ചേർന്നുള്ള വീടുകൾ അപകടാവസ്ഥയിലായി. 45 ലക്ഷം രൂപ CMLRRP ഫണ്ടിൽ നിന്ന് അനുവദിച്ച് കിട്ടി. പക്ഷേ അത് ലാപ്സായി പോയെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞത്. അതിന് പ്രകാരം ഞങ്ങൾ മുഖ്യമന്ത്രിക്കും പരാതി കൊടുത്തിരുന്നു. മുഖ്യമന്ത്രിക്ക് തിരിച്ച് അതിൻ്റെ റിപ്ലൈ വന്നിട്ടുണ്ട്. റോഡ് തകർന്നതോടെ രോഗികളെ ആശുപത്രിയിലെത്തിക്കാൻ പോലും മാർഗമില്ല. ക്യാൻസർ പേഷ്യൻ്റ് ഒക്കെ താമസിക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ഈ വഴി എന്ന് പറഞ്ഞാൽ നമുക്ക് അതുപോലെ അത്യാവശ്യമാണ്. ഇതുവരെ ഇതിനൊരു ഫണ്ട് ഈ 2018 പോയിട്ട് ഈ 7 വർഷം കഴിഞ്ഞു ഈ വഴി ഇവിടെ പോയിട്ട് ഇതുവരെ ഇതിന് ഒരു ഫണ്ടും നമുക്ക് ലഭിച്ചിട്ടില്ല. പരാതികളും നിവേദനങ്ങളും നൽകി നാട്ടുകാർ മടുത്തു. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വോട്ട് ബഹിഷ്കരിച്ചു. എന്നിട്ടും അധികൃതർ കണ്ണു തുറന്നില്ല. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങളൊരു ഇലക്ഷൻ ബഹിഷ്കരിച്ചതാണ്. അത് വീണ്ടും ഇപ്രാവശ്യം ബഹിഷ്കരിക്കാൻ വരുന്നുണ്ട്. എത്രയും പെട്ടെന്ന് ഇത് എല്ലായിടത്തും പരാതി കൊടുത്ത് മടുത്തു, കയറി ഇറങ്ങി മടുത്തു. വഴിയില്ലാത്തതിനാൽ ലൈഫ് ഭവന പദ്ധതിയിലുള്ള വീട് നിർമ്മാണം പോലും മുടങ്ങി. കയറിക്കിടക്കാൻ ഒരു വീടെന്ന സ്വപ്നം ഇവർക്ക് ഇനിയും അകലെയാണ്. പലരും വീടും സ്ഥലവും ഉപേക്ഷിച്ചുപോയി. ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും കൈമലർത്തിയതോടെ 7 വർഷമായി തീരാ ദുരിതത്തിലാണ് ഈ കുടുംബങ്ങൾ. MC ബോബൻ, അമൃത ന്യൂസ്, ഇടുക്കി. അപ്രതീക്ഷിതമായി ലഭിച്ച ബഹുമതിയിൽ ഏറെ സന്തോഷമുണ്ടെന്ന് സംസ്ഥാന ചലച്ചിത്ര ശാഖയിൽ മികച്ച ഗ്രന്ഥത്തിന്
പുരസ്കാരം നേടിയ CS മീനാക്ഷി അമൃത വാർത്തകളോട് പറഞ്ഞു. മലയാള സിനിമാ പാട്ടുകളിലെ പെണ്ണാവിഷ്കാരമായ പെൺപാട്ട് താരങ്ങൾക്ക് അർഹിച്ച പരിഗണന ലഭിച്ചതിന് നന്ദിയുണ്ടെന്നും കോഴിക്കോട് ചേവരമ്പലം സ്വദേശിനിയായ CS മീനാക്ഷി പ്രതികരിച്ചു. മലയാള ചലച്ചിത്ര പുരസ്കാര വിഭാഗത്തിൽ മികച്ച പുസ്തകത്തിനുള്ള ബഹുമതി തേടിയെത്തിയ CS മീനാക്ഷി ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. എല്ലാവിധ ആശംസകളും. എങ്ങനെ തോന്നുന്നു? ഇങ്ങനെ ഒരു പുരസ്കാരം പ്രതീക്ഷിച്ചതാണോ? വളരെ സന്തോഷം. പുരസ്കാരം പ്രതീക്ഷിച്ചോന്ന് ചോദിച്ചാൽ ഇത് സിനിമാ പാട്ടുകളെ കുറിച്ചിട്ടുള്ള ഒരു പുസ്തകമാണ്. അതിൻ്റെ ഒരു സാമൂഹിക സാംസ്കാരിക ഭാവങ്ങളൊക്കെ അടയാളപ്പെടുത്തുന്ന ഒരു കൃതിയാണ്. അപ്പോൾ സാധാരണയായി സിനിമയെ കുറിച്ചിട്ടുള്ള പുസ്തകങ്ങൾക്കാണ് പുരസ്കാരം കൊടുക്കാറ്. അപ്പോൾ അത്രയും വലിയ പ്രതീക്ഷയൊന്നും ഇല്ലായിരുന്നു, പക്ഷെ കിട്ടിയപ്പോൾ വളരെ സന്തോഷം. ഈ പെൺപാട്ട് താരകം അല്ലേ പുസ്തകത്തിൻ്റെ പെൺപാട്ടു താരകൾ, അത് യഥാർത്ഥത്തിൽ ഈ ഒരു പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു സ്ത്രീകളെ കുറിച്ചുള്ള അവരുടെ ഒരു പാട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു പഠനമാണ് യഥാർത്ഥത്തിൽ, അങ്ങനെയല്ലേ പറയുന്നത് അതിനെക്കുറിച്ച്? അത് മലയാള ചലച്ചിത്ര ഗാനങ്ങളിൽ സ്ത്രീകളെ ആവിഷ്കരിക്കുന്ന വിധമാണ് അതിൽ പറഞ്ഞിട്ടുള്ളത്. അത് 3 ഭാഗമായിട്ടാണ് ഈ പുസ്തകം. ഉറവകൾ, ഉരുവങ്ങൾ, ഉരിയാടലുകൾ. ഉറവകൾ എന്നുള്ളതിൽ ഈ മലയാള ചലച്ചിത്ര ഗാനങ്ങളിൽ ഇപ്പോൾ ഒരു സുപ്രഭാതത്തിൽ പൊട്ടിമുളയ്ക്കായിരുന്നില്ല. അതിനു മുമ്പ് കേരളത്തിൽ പല വിധത്തിലുള്ള സംഗീത രൂപങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ നാടൻ പാട്ടായിട്ടും നമ്മൾ അധ്വാനത്തിന് വേണ്ടി അല്ലെങ്കിൽ ആരാധനയ്ക്ക് വേണ്ടിയിട്ടൊക്കെ പാടുന്ന പാട്ടുകളുണ്ടായിരുന്നു. പല ജാതി വിഭാഗങ്ങളുടെയും ഒക്കെ പാട്ടുകളുണ്ടായിരുന്നു. അതുപോലെ നമ്മൾ ക്ലാസിക്കൽ എന്ന് വിശേഷിപ്പിക്കുന്ന ഇപ്പോൾ കഥകളി സംഗീതം പോലത്തെ സോപാന സംഗീതം, ഇത്തരം പല സംഗീത രൂപങ്ങളും സംഗീതധാരകളും ഇവിടെ ഉണ്ടായിരുന്നു. അതിൽ നിന്ന് എങ്ങനെയാണ് ചലച്ചിത്രഗാനം ഉരുവായി വന്നത് എന്നുള്ളതാണ് ആദ്യത്തെ ഭാഗം. രണ്ടാമത്തെ ഭാഗം ഈ 1938 ബാലൻ എന്നുള്ള ശബ്ദ സിനിമ വരുന്നത്. അത് തൊട്ട് 2023 വരെയുള്ള ഒരു 25,000 പാട്ടുകളുണ്ട് സിനിമ. അതിൽ നിന്ന് ഒരു തിരഞ്ഞെടുത്ത സാമ്പിളുകൾ വെച്ചിട്ടുള്ള ഒരു 4 വിഭാഗമായിട്ട് തിരിച്ച് 30കൾ, 40കൾ, 50കൾ ഒരു കാലഘട്ടം, 60, 70, 60കൾ, 70കൾ ഒരു കാലഘട്ടം, 80കൾ, 90കൾ മൂന്നാമത്തെ കാലഘട്ടം, 2000 മുതൽ 2023 വരെയുള്ള ഒരു കാലഘട്ടം. അങ്ങനെ 4ആയി തിരിച്ചുകൊണ്ട് ഈ പാട്ടുകളിൽ എങ്ങനെയാണ് സ്ത്രീ ആവിഷ്കരിക്കപ്പെടുന്നത് എന്നുള്ളൊരു പഠനമാണിത്. ജവഹർലാൽ നെഹ്റു സർവകലാശാലയിലെ ഈ വർഷത്തെ വിദ്യാർത്ഥി യൂണിയൻ തെരഞ്ഞെടുപ്പിനാണ്. 9,040 വോട്ടർമാരാണ് ഉള്ളത്. ബാലറ്റ് പേപ്പറുകൾ ഉപയോഗിച്ചാണ് തെരഞ്ഞെടുപ്പ്. രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും പിന്നീട് ഉച്ചയ്ക്ക് 2:30 മുതൽ വൈകിട്ട് 5:30 വരെയും 2 ഷിഫ്റ്റുകളിലായാണ് വോട്ടെടുപ്പ് നടക്കുക. വോട്ടെടുപ്പിന് ശേഷം രാത്രി 9 മണിക്ക് വോട്ടെണ്ണൽ ആരംഭിക്കും. നവംബർ 6 അന്തിമ ഫലങ്ങൾ പ്രഖ്യാപിക്കും. ഇത്തവണ JNU തെരഞ്ഞെടുപ്പിൽ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, ജനറൽ സെക്രട്ടറി, ജോയിന്റ് സെക്രട്ടറി എന്നീ 4 സ്ഥാനങ്ങളിലേക്ക് ആകെ 20 സ്ഥാനാർത്ഥികളാണ് മത്സരിക്കുന്നത്. ഇതിൽ ഏകദേശം 30% സ്ത്രീകളാണ്. വൈസ് പ്രസിഡന്റായി SFI മത്സരിപ്പിക്കുന്നത് മലയാളിയായ K. ഗോപിക ബാബുവിനെയാണ്. കുമരകം 4 ബോട്ട് ടെർമിനൽ തുറക്കുന്നു. 5 വർഷം മുൻപ് നിർമ്മാണം പൂർത്തീകരിച്ച ബോട്ട് ടെർമിനൽ അനാഥമായി കിടക്കുകയായിരുന്നു. ടെർമിനലിന്റെ ഉദ്ഘാടനം ഇന്ന് മന്ത്രി VN വാസവൻ നിർവഹിക്കും. ടൂറിസം വകുപ്പ് 3.8 കോടി രൂപ ചെലവഴിച്ചാണ് കുമരകം 4 ബോട്ട് ടെർമിനൽ നിർമ്മിച്ചത്. 2020 നിർമ്മാണം പൂർത്തീകരിച്ച ടെർമിനൽ കുമരകം പഞ്ചായത്തിന് കൈമാറി. എന്നാൽ അടിസ്ഥാന സൗകര്യങ്ങളോ വിനോദോപാധികളോ ഇല്ലാതിരുന്നതിനാൽ അധികം ആളുകൾ ഇവിടേക്ക് എത്തിയിരുന്നില്ല. തുടർന്ന് പഞ്ചായത്ത് ടെർമിനൽ സ്വകാര്യ വ്യക്തിക്ക് ലീസിന് നൽകുകയായിരുന്നു. 5 വർഷത്തേക്കാണ് കരാർ കാലാവധി. ടെർമിനലിൽ കയാക്കിംഗ്, സ്പീഡ് ബോട്ടിംഗ് അടക്കമുള്ള വിവിധ ജലവിനോദങ്ങൾ ഒരുക്കുവാനാണ് ലക്ഷ്യമിടുന്നതെന്ന് കരാർ എടുത്തിരിക്കുന്ന രാജേഷ് ബാബു പറഞ്ഞു. ഡെസ്റ്റിനേഷൻ വെഡ്ഡിംഗ് ഉൾപ്പെടെയുള്ള പരിപാടികൾക്ക് വേണ്ട സൗകര്യവും ഒരുക്കും. അവരവരുടെ ബഡ്ജറ്റിനനുസരിച്ചുള്ള രീതിയിൽ കായലിൻ്റെ സൈഡിൽ ഇപ്പോൾ പഞ്ചായത്തിൻ്റെ കയ്യിൽ നിന്ന് നമുക്ക് ഇപ്പോൾ 5 വർഷത്തേക്ക് കിട്ടിയിരിക്കുന്ന പ്രോപ്പർട്ടിയാണ്. അത് നമുക്ക് എല്ലാവർക്കും യൂട്ടിലൈസ് ചെയ്യാവുന്ന പോലെ നമ്മൾ അടച്ചു കെട്ടിയുള്ള ഒരു സംഭവമല്ല ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഇവിടെ കുറേ ആക്ടിവിറ്റീസ് ചെയ്യുന്നുണ്ട്. ഒരു പാക്കേജ് ബോട്ടിങ് ചെയ്യുന്നുണ്ട്, പിന്നെ സ്പീഡ് ബോട്ട്, കയാക്കിങ്, അങ്ങനെയുള്ള വാട്ടർ ആക്ടിവിറ്റീസാണ് മെയിനായിട്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതുകൂടാതെ സ്നാക്സ് സെൻ്റർ ഉണ്ട്, ഐസ്ക്രീം പാർലറുണ്ട്, പിന്നെ ചെറിയ ചെറിയ പ്രോഗ്രാം ചെയ്യാൻ AC ഹാള് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഡെസ്റ്റിനേഷൻ വെഡ്ഡിങ് ഓപ്പൺ എയറാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. കായലിൻ്റെ തീരത്ത് കായലിൻ്റെ കാറ്റ് കൊണ്ടുകൊണ്ട് നമുക്ക് ഈ സ്ഥലം നമുക്ക് കണ്ടാലറിയാം. 1000 അടി നീളത്തിൽ 25 അടി വീതിയുണ്ട്.
നമുക്കിവിടെ ലൈവായിട്ട് ഫുഡ് ചെയ്തുകൊണ്ട് അവിടുന്ന് റൗണ്ട് ടേബിൾ ഇട്ട് ആ ചെയറിലിരുന്ന് കഴിക്കാവുന്ന ഒരു രീതിയിലാണ് ഉദ്ദേശിക്കുന്നത്. സന്ദർശകർക്ക് ഒരു തരത്തിലുമുള്ള തടസ്സവും സൃഷ്ടിക്കാതെയാവും ടെർമിനലിൽ വിവിധ പദ്ധതികൾ നടപ്പാക്കുകയെന്നും രാജേഷ് പറഞ്ഞു. ഈ മാസം അവസാന വാരത്തിന് മുന്നോടിയായി വിനോദോപാധികൾ അടക്കമുള്ള സൗകര്യങ്ങൾ ഒരുക്കും. പാർക്കിംഗ്, ശുചിമുറികൾ അടക്കമുള്ള സംവിധാനങ്ങളും ഇതോടനുബന്ധിച്ച് ക്രമീകരിക്കും. ടെർമിനലിൻ്റെ ഉദ്ഘാടനം മന്ത്രി വി എൻ വാസവൻ ഇന്ന് വൈകുന്നേരം നിർവഹിക്കും. നിർമ്മാണം പൂർത്തീകരിച്ച് 5 വർഷം പിന്നിടുമ്പോഴാണ് 4 ബങ്ക് ബോട്ട് ടെർമിനലിന് ശാപമോക്ഷമാകുന്നത്. അമൃത ന്യൂസ്, കോട്ടയം. ലോകകപ്പ് നേടിയ വനിതാ ക്രിക്കറ്റ് താരങ്ങളെ വിരുന്നിന് ക്ഷണിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഔദ്യോഗികമായി അറിയിപ്പ് ലഭിച്ചതായി BCCI അറിയിച്ചു. ബുധനാഴ്ചയാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ ഇന്ത്യൻ ടീമിന് സ്വീകരണമൊരുക്കുക. ടീം അംഗങ്ങൾ ഇന്ന് ഡൽഹിയിലെത്തും. നാളെ പ്രധാനമന്ത്രിയുടെ വിരുന്നിൽ പങ്കെടുത്ത ശേഷം താരങ്ങൾ അവരവരുടെ നാടുകളിലേക്ക് തിരിക്കും. ഔദ്യോഗിക ആഘോഷ പരിപാടികൾ പിന്നീട് നടക്കും. റിപ്പോർട്ടറുടെ ഗുഡ് മോർണിംഗ് കേരളം പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകൾ അമൃത ന്യൂസ് യൂട്യൂബ് ചാനലിൽ തുടരും. നമസ്കാരം.